ഭാര്യമാരോട് സ്നേഹത്തോടുകൂടി ഉണർത്തട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അയ്യുമംറഅത്തിൻ മാതത്, മുസ്ലിമത്തായ ഏത് പെണ്ണാകട്ടെ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോയി, മരണപ്പെട്ടു പോയതാകുന്ന ഭാര്യയെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന ഭർത്താവ് പരിപൂർണമായി പൊരുത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. ഭർത്താവ് പറയുകയാണ്, എന്റെ ഭാര്യ എനിക്ക് എല്ലാമായിരുന്നു, എന്റെ മക്കളെ നല്ല രീതിയിൽ നോക്കിയിരുന്നവളായിരുന്നു, എന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നവളായിരുന്നു, ദീനിയായ ചിട്ടയിൽ ജീവിച്ചിരുന്നവളായിരുന്നു, മതബോധമുള്ളവളാണ്, മതനിഷ്ഠയുള്ളവളാണ്, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവളാണ്, ഒരാളോടും അനാവശ്യമാകുന്ന വർത്തമാനങ്ങളെ പറയാത്തവളാണ്, എന്റെ ഭാര്യ സാലിഹത്താണ് എന്ന് ഭർത്താവ് ഒരു ഭാര്യയെ കുറിച്ച് ഭാര്യ മരിച്ചു കിടക്കുന്ന സമയത്ത് പറഞ്ഞാൽ തീർച്ചയായും ദഖലത്തിൽ ജന്ന. പെങ്ങളെ, നീ സ്വർഗാവകാശിനിയാണ്, നീ സ്വർഗത്തിൽ പ്രവേശിച്ചു. ആ ഒരൊറ്റ വാക്കിലൂടെ തന്നെ സ്വർഗത്തിൽ കടന്നു എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട, തിബർ തന്നാ പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നിയകാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടം ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം ലഭിച്ചാൽ സഹോദരിമാരെ, അതിനേക്കാൾ വലുത് മറ്റെന്തെങ്കിലും വേണോ? ഈ ദുനിയാവിൽ ചെറിയ കുടിലാണ് നീയും നിന്റെ ഭർത്താവും വസിച്ചത്. വളരെയേറെ പ്രയാസമായിരുന്നു, സാമ്പത്തിക ഞെരുക്കമുണ്ട്, ബുദ്ധിമുട്ടാണ്, ആളുകൾ കുറ്റപ്പെടുത്തുന്നു, സമൂഹം ഒറ്റപ്പെടുത്തുന്നു, ഒരുപാട് ആക്ഷേപങ്ങൾ നിങ്ങൾക്കെതിരിലുണ്ട്, ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത്. എല്ലാം നിങ്ങൾക്ക് മറക്കാം, പൊറുക്കാം. സ്വർഗം കിട്ടുമെങ്കിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഭർത്താവിനെ അത്രയേറെ സംതൃപ്തിപ്പെടുത്തുന്ന ജീവിതം നയിക്കണം. വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവിന്റെ കയ്യിലിരിക്കുന്ന പൊതിയുടെ കവറ് കണ്ടിട്ട്, ഏതാണ് കയ്യിലിരിക്കുന്ന പൊതി? നല്ല ജ്വല്ലറിയുടെ പൊതിയാണെങ്കിൽ ഓടിച്ചെന്ന് മുസാഫായത്ത്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കിബില തെറ്റി കടക്കുക. കൈയുടേതാകുന്ന കവറ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന പരിപാടിയാകാൻ പാടില്ല. എവിടുന്ന വരുന്നത്? നല്ല മാളിന്ന് വരികയാണോ? അതല്ല, എവിടുന്ന വരുന്നത്? ഇന്ന ജ്വല്ലറിന്ന് വരികയാണോ? എന്താണ് കയ്യിലെ കവർ ഇങ്ങനെ നോക്കുക. അപ്പൊ നല്ല റാഹത്തായിട്ട് ഓടിച്ചെന്ന് മുസാഫാത്തി. അങ്ങനെ ആകരുത്. ഒന്നുമില്ലാതെ വന്നാലും ചെന്ന് കൈക്ക് പിടിച്ചു കൊണ്ടുവരുമായിരുന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അരിയാരിതങ്ങളെ ഒന്നുമില്ല, കൈയും വീശിയാ വരുന്നത്. ക്ഷീണിച്ച് അവശനായിട്ടാണ് വരുന്നത്, അറിയാം. കയ്യിൽ പോയി പിടിക്കും. വേറെ ആരും ഇല്ലെങ്കിൽ ചെന്ന് ഓടിച്ചെന്ന് കൈക്ക് പിടിച്ച് നേരെ കൊണ്ടുവന്ന് അകത്ത് കൊണ്ടുവന്ന് ഇരുത്തി നല്ല തണുത്ത വെള്ളം കൊടുക്കും ആദ്യം തന്നെ. ആ യാത്രയുടെ ക്ഷീണമൊക്കെ മാറി അല്പനേരം മൗനം അവലംബിച്ച് കഴിയുമ്പോഴാണ് ഫാത്തിമ ബീവി ചോദിക്കുക, എന്തുണ്ട് വിശേഷം? യാത്രയൊക്കെ സുഖമായിരുന്നോ? അങ്ങോട്ട് ചോദിച്ചു തുടങ്ങും. ഒരു ഭർത്താവ് ഇത്രയേറെ പ്രയാസം സഹിച്ച് പകലന്തിയോളം പാടത്തും പറമ്പത്തും ഒക്കെ കിടന്ന് കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ പ്രവാസ ലോകത്തെ ജീവിതം കഴിഞ്ഞ് തിരിച്ചു വന്ന് പ്രയാസം അനുഭവിച്ച് അദ്ദേഹം ഇവിടെ വന്നങ്ങോട്ട് കയറി, അല്ലെങ്കിൽ ജോലിയുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും സഹിച്ച് അദ്ദേഹം വീട്ടിലേക്ക് വന്ന് ചൂടുകൊണ്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് വരുമ്പോൾ അയാളെ കിടന്ന്, ഞാൻ പറഞ്ഞ സാധനം വാങ്ങിച്ചില്ല, നിങ്ങളെ പറഞ്ഞു വിട്ടപ്പോഴാണ് ഓർത്ത്, അല്ലെ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ എങ്ങനെ ടെമ്പറേച്ചർ തെറ്റായിരിക്കും? BP അങ്ങനെ കൂടാതിരിക്കും? ഇത്രയേറെ യാത്ര ചെയ്ത് സൂര്യനെ ചൂടുവേറ്റ് പ്രയാസപ്പെട്ട അയാൾ വീട്ടിലേക്ക് ഒരു വിധത്തിൽ വന്നാണ്. ഒന്ന് മറന്നുപോയി, ഒരു വിഷയം വിട്ടുപോയി.
അത് പിന്നീടാണ് അതിനെപ്പറ്റി ചോദിക്കുകയും പ്രയാസപ്പെടുത്തുന്നതാകുന്ന വർത്തമാനങ്ങൾ പറയാതെ രമ്യമായത് പരിഹരിക്കണ്ടേ. വിട്ടുപോയ മറന്നുപോയ കുഴപ്പമില്ല, നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ വാങ്ങാം, ഇപ്പോൾ ഉടനെ ഒന്നും ആവശ്യമുള്ളതല്ല എന്ന് പറഞ്ഞവരെ സമാധാനിപ്പിക്കുന്നതിന് പകരം അങ്ങനെ പറഞ്ഞാൽ ഏത് ഭർത്താവും അന്ന് വൈകുന്നേരം തന്നെ പോയി വാങ്ങും. നേരെ മറിച്ച് തിരിച്ചാണ് പറയുന്നതെങ്കിലോ അയാളുടെ മനസ്സിൽ ആകെ വിഷമമായി, പിന്നെ അത് വാങ്ങിച്ചു കൊണ്ടുവന്നാൽ പോലും സംതൃപ്തിയോടുകൂടിയായിരിക്കില്ല. അപ്പോൾ സ്ത്രീകൾ വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റം വേണം. നാവ് ചില സഹോദരിമാരുടേത് വളരെ മോശമാണ്. മുറുക്കിയിട്ട് പഴയ സ്റ്റൈലാണ് ഇപ്പോൾ. അരപ്പട്ടയും വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് കച്ചറ, ഭയങ്കര ഒച്ചപ്പാടും ബഹളവും, നാവ് തുറന്നാൽ തീർന്നു. അസർ മുതൽ മഗ്‌രിബ് വരെ ഒച്ചപ്പാടും ബഹളവും. അയൽവക്കത്തെ വീട്ടിൽ കിടന്ന് വഴക്കിന് ബഹളമാണ്, വഴിക്ക് ബഹളമാണ്. അരച്ചാണ് വഴിയുടെ ബഹളത്തിൽ ആരാ രംഗത്ത് നിൽക്കുന്ന പർദ്ദയൊക്കെ ധരിച്ച മലപ്പുറംകാരി ഉമ്മ കത്തിയായിട്ട് നിൽക്കുന്ന ഫോട്ടോ യൂട്യൂബ് ചാനലിലെല്ലാം വരിക, വാളും പരിചയമായിട്ട് നിൽക്കാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അഴച്ചാൻ വരിക്ക് വേണ്ടി കിടന്ന് അടിയുണ്ടാക്കുക, ഉമ്മ കിടന്ന് ഭയങ്കര ഒച്ചപ്പാടും ബഹളവും. ചില സഹോദരിമാരുടെയൊക്കെ നാവിൽ നിന്ന് വരുന്ന ചീത്ത, നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. വലിയ വിഷയമാണത്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. പറയാനാണെങ്കിൽ ഡസൻ കണക്കിന് ഹദീസുകൾ ഓതേണ്ടി വരും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, റഅയ്തുന്നാർ വറഅയ്തു അക്സറ അഹ്ലിഹാ അന്നിസാ. കത്തിച്ചൊലിക്കുന്ന നരകത്തെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് മേറാജ് രാവിൽ കണ്ടുപോയി. സഹാബ വറഅയ്തു ഫീഹാ ഇംറഅതാ, അതിലൊരു പെണ്ണിനെ ഞാൻ കാണുകയാണ്. മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനന്നാർ. നരകത്തിൽ ഞാൻ കൂടുതൽ കണ്ടത് സ്ത്രീവർദ്ധക്കതയാണ്, സ്ത്രീകളെയാണ്. അതിലൊരു പെണ്ണത അവരുടെ നാവിനെ വലിച്ച് നരകത്തിൻ്റെതാകുന്ന തീജ്വാലകൾ പടർന്നതായ തൂണിലേക്ക് നാവിനെ വലിച്ച് കെട്ടപ്പെട്ടതായി കണ്ടപ്പോ ഫഖുൽതു ലിജിബ്രീൽ, ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, മൻ ഹാദിഹി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ ഈ പെണ്ണ്, ഇത്ര ഹതഭാഗിയായ പെണ്ണേതാണ്? വറഅയ്തു ഫീഹാ ഇംറഅത മുഅല്ലിഖതൻ ലിസാനഹാ ഇലൽ ഉസ്തുവാനതി മിനന്നാർ. നരകത്തിലെ തീജ്വാലകൾ പടർന്നതാകുന്ന തൂണിലേക്ക് നാവ് വലിച്ച് നീട്ടപ്പെട്ട് കെട്ടപ്പെട്ട നിലയിൽ നിലകൊണ്ടതായ ആ പെണ്ണ് ഏതാണ് ജിബ്രീലേ? ഒന്നറിയിച്ചു തന്നാലും ഹബീബേ. ആദരവായ പ്രവാചകരോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, ഹദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീരത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്. സദാസമയവും മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞ് 40 കൊല്ലം 50 കൊല്ലം ഭർത്താവ് സേവനം കൊടുത്താലും ഖിദ്മത്ത് ചെയ്താലും വേണ്ട രീതിക്കുള്ളതാകുന്ന സർവ്വതും കൊടുത്താലും എന്റെ ഭർത്താവ് എനിക്ക് ഒന്നും തന്നില്ല എന്ന് 41ാമത്തെ കൊല്ലത്തിൽ അവകാശപ്പെടുന്ന സൈസ് പെണ്ണ, വർത്തമാനം മോശമായ പെണ്ണാണ്. ഹാദിഹി ബദിയത്തുൽ ലിസാൻ ഐ തവീരത്തുൽ ലിസാനി യാ റസൂലല്ലാഹ്. നാട്ടുകാരോട്, കൂട്ടുകാരോട്, സമൂഹത്തോട്, സമുദായത്തോട്, കൂട്ടുകാരികളോട് വാട്സാപ്പിൽ ചാറ്റിംഗ് നടത്തിയിട്ട് പറയുകയാ, എന്റെ ഭർത്താവിന് ഒന്നിനും കൊള്ളുകയില്ല. നാട്ടുകാരോട്, സമൂഹത്തോട്, അയൽവാസികളോട്, എല്ലാവരോടും ഭർത്താവിനെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞ് സ്വന്തം ഭർത്താവിനെ ഇകഴ്ത്തി നടക്കുന്ന പെങ്ങളില്ലേ? നാവ് മോശമായ പെങ്ങളില്ലേ? സഹോദരിമാരില്ലേ? അത്തരത്തിലുള്ള പെണ്ണിനെയാണ് നാവ് വലിച്ച് നരകത്തിന്റെ തൂണിനോട് ചുറ്റപ്പെട്ടതായി നബിയേ തങ്ങളീ കണ്ടത് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വളരെ ശ്രദ്ധിക്കണം. നാവൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒന്നുമില്ലെങ്കിലും മിണ്ടാതിരുന്നാൽ മതി, വലിയ കൂലിയാണ്. ചിലരുണ്ട്, ചില സദസ്സിൽ 10 പേരെ കിട്ടിയാൽ ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്. എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം, ഒന്നില്ലേ രാഷ്ട്രീയം പറയണം, അല്ലെങ്കിൽ എന്തെങ്കിലും സമുദായത്തിന് വിഷയം പറയണം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഉസ്താമാരെ കുറച്ച് ഇറച്ചി തിന്നണം, മുത്തല്ലിങ്ങൾ കുറച്ച് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചക്കറി വെച്ച് തിന്നണം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലർക്ക് അങ്ങനെയുണ്ട്, എന്തെങ്കിലും കലവിലിങ്ങനെ നാക്ക് വെറുതെ വയ്ക്കത്തില്ല. എല്ലായിടത്തും ഉണ്ടത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ.
ചിലർ പള്ളിയിൽ വരുന്നതിനെ സുബൈ നിസ്കരിക്കാൻ വരുന്നതിനെ സുബൈ കഴിഞ്ഞിട്ട് ചായക്കടയിൽ പോയിട്ട് ഫനായും വസാദും പറയാനാണ്. അതിന്റെ കിതാബ് മൂപ്പറയിലുണ്ട്. അവിടെ പോയിട്ട് അത് തുറന്നു നോക്കും. ഫനായുടെ കിതാബ് ആദ്യം 1 മണിക്കൂർ, അത് കഴിയുമ്പോൾ അത് ഓതി തീർന്നവർക്ക് ഫസാദിന്റെ കിതാബ് 2 കിതാബ് ഓതി. സബക്ക് പള്ളിയിലെ ഉസ്താദ് അവിടെ സബക്ക് നടത്തുമ്പോൾ ഇവിടെ വേറെ സബക്ക്. അള്ളാഹു മുളക്കാക്കട്ടെ. 8 മണി വരെ 8 ഗ്ലാസ് ചായയും കുടിക്കും. ചിലപ്പോൾ 1 ഗ്ലാസ് ചായ ആയിരിക്കും, അത് തണുത്ത അറിയാലും വീണ്ടും വേണ്ടിയിരിക്കും, അത് ചൂടാക്കി തന്നേക്കെന്ന് പറയും. അങ്ങനത്തെ തേപ്പുണ്ട് 6 പിശുക്കൻ. എന്നിട്ടും പിന്നെ ഇരിക്കും. അവസാനം കടക്കാരൻ തൊഴുത് കയ്യിൽ ഇറക്കി വിടും. വേറെ കച്ചവടക്കാർ കയറണം, എൻ്റെ പൊന്നു ആചാരെ ഇറങ്ങിപ്പോകാം, ഒരു കുറ്റി പുട്ട് തന്നേക്കം പോയിക്കോളം പറയും. അങ്ങനെയാണ് മൂപ്പർ ഇറങ്ങിപ്പോകുന്നത്. ഇത് മിക്ക സ്ഥലത്തും ഉള്ളതാണ്. രാവിലെ സുബൈക്ക് വരുന്നത് തന്നെ എന്തിനാ? സുബൈ കഴിഞ്ഞ് ഈ കടയിൽ വന്ന് ഫനായും വസാദും പറയാനാണ്. അങ്ങനെ ഉണ്ടാകില്ല. അല്ല സുബൈസ്കരിക്കല്ല മൂപ്പര ലക്ഷ്യം. കരം കഴിഞ്ഞിട്ട് ഈ കടയിൽ പോയിട്ട് വാ തുറക്കണം. അല്ലാ, സുബൈക്ക് പള്ളിക്കകത്ത് വന്നാൽ അനങ്ങാതിരിക്കും. ചിലപ്പോൾ ഒരു സലാം പറഞ്ഞിട്ട് ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കും. എല്ലാവരും പള്ളിക്കകത്ത് കയറി കാമത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പേ ഹാജിയാർ വരുവുള്ളൂ. അവിടെ കയറി വന്നിട്ട് അസ്സലാമു അലൈക്കും. അപ്പൊ എല്ലാവരും ഹാജിയാർ വന്നിട്ടുണ്ട്. ലുഹറിന് കൂട്ടിയിടിച്ചാൽ പോലും സലാം പറയാത്ത ആളാ. അസറിനും അതേപോലെ തന്നെ സുബൈക്ക് മാത്രം ഒരു സലാം പറിച്ചു. അതിന്റെ ഉദ്ദേശം എന്താ? ഈ തണുപ്പത്തും ഹാജിയാർ വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കണ്ടോണം. ഇതിനാണ് റിയാ എന്ന് പറയുന്നത്, ലോകമാന്യത. അള്ളാഹു നമ്മളൊക്കാക്കട്ടെ. നിങ്ങൾ മനസ്സിലാക്കി ഇതൊന്നും ഉസ്താമാർക്ക് തിരിയുന്നില്ലെന്നാണോ? ഉസ്താമാർക്ക് ഇതെല്ലാം തിരിഞ്ഞ് ഉസ്താദ് വലൈക്കും അസ്സലാം എന്ന് പറയുമ്പോഴേ മനസ്സിൽ പറയുന്നുണ്ട് ഹൈവാനും കബീർ യാമൂസ്. അള്ളാഹു നമ്മളൊക്കാക്കട്ടെ. നിങ്ങൾ ഓർത്ത് ഈ സലാം പറച്ചിലൂടെ ഉസ്താദ് ഭയങ്കരമായിട്ട് മഹബത്ത് കൂടിയെന്ന്. നേരെ തിരിഞ്ഞ സംഭവം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. എന്നിട്ട് പിന്നെ ഭയങ്കരമായി ഫിത്ന. ചിലരോ തസ്ബീഹ് അടിച്ചിട്ട് ഇവനിങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് അടിച്ചിട്ട് നടക്കുക. എവിടെ? പള്ളിയുടെ വെളിയിൽ കൂടെ, പള്ളിയുടെ വരാന്തയിൽ കൂടെ ഇവനെ നടത്താം. പള്ളിക്കകത്തിരിക്കുക, എത്തിക്കാഫിരിക്കുക, കിബിലയ്ക്ക് നേരെ അഭിമുഖമായിട്ടിരിക്കുക. കിബില തെറ്റി നടക്കാതെ, കിബില തെറ്റിയിട്ടവൻ നടക്കുന്നു തെക്കോട്ടും പടക്കോട്ടും. എന്നിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ കാണുന്നതിനൊക്കെ ഒരു സുബ്ഹാനല്ലാഹ് എല്ലും 10 വർത്താനം പറയും, ഒരു അൽഹംദുലില്ലാഹ് പറയും, 33 ഫനാ പറയും. ഇത് തന്നെ കളി. എന്നിട്ട് രാവിലെ പിന്നെ ഉസ്താദിന് കൊണ്ടുവന്നിരുന്ന അട്ടിപ്പാത്രത്തിൽ നിന്ന് ചായ കുടിച്ചിട്ട് വീടോട്ട് പോകും. അങ്ങനത്തെ ആൾക്കാരും. ഇതൊക്കെ നിന്റെ നാവൊന്ന് ശ്രദ്ധിച്ചുകൂടെ? തങ്ങളുടെ അടുക്കലേക്ക് ഒരു അറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, ഔസിനി ഔസിനി, എനിക്കൊരു ഉപദേശം നൽകുമോ റസൂലേ? എനിക്കൊരു വസിയത്ത് നൽകുമോ ഹബീബേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ നാവിനെ പിടിച്ചിട്ട് പ്രവാചകന് പറയുകയാ, കുഫാൻക ഹാദാ കുഫാൻക ഹാദാ. പൊന്നുമോനെ, നിന്റെ നാവിനെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഈ നാവ് കൊണ്ട് നീ ഫനായും ഫസാദും പറയരുതേ. ഒരാള് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഒരൊറ്റ ഉപദേശം മാത്രം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരേ ഒരു ഉപദേശം കൊടുക്കുകയാണ്, ഒരൊറ്റ നിർദ്ദേശം കൊടുക്കുകയാ. ദുനിയാവ് വിജയിക്കണോ, ആഖിറം കരഗതമാക്കണോ? കുഫാൻക ഹാദാ. ആവശ്യമില്ലാത്തത് പറയരുതേ, പറയരുതേ. ആവശ്യമില്ലാത്ത പറയരുത്, എന്നാ രക്ഷപ്പെടും. നബി മുഹമ്മദ് മുസ്തഫ. സ്വഹാബത്തിൽ നിന്ന് പ്രമുഖനായ ഒരു സ്വഹാബിവര്യൻ മരണപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് സ്വഹാബത്ത് ചെന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഇന്നാലിന്ന വ്യക്തി മരണപ്പെട്ടു പോയി നബിയേ നബിയേ. ഹബീബായ നബി തങ്ങൾ ആ മരണ വീട്ടിലേക്ക് പ്രവാചകൻ ഇതാ കടന്നു വരുകയാണ്, കടന്നു വരുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടുമുറ്റത്തേക്ക് എത്തിയപ്പോൾ സ്വഹാബത്ത് വകഞ്ഞു മാറി. അല്ലാഹുവിന്റെ റസൂല് ജനാസ നേരിട്ട് കാണുകയാണ്, പ്രവാചകൻ നേരിട്ട് ദർശിക്കുകയാണ്, ദർശിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ നോക്കുമ്പോ പുഞ്ചിരിച്ച് കിടക്കുകയാണ്, പുഞ്ചിരിച്ച് കിടക്കുകയാ. സുബ്ഹാനല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ ആഹ്വാനം കൊടുക്കുന്നതായ സന്ദർഭത്തിൽ ഒരു സ്വഹാബി വര്യൻ അല്ലാഹുവിന്റെ റസൂലിനോട് വിളിച്ചു പറയുകയാ, അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്.
അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് ഒന്ന് പറഞ്ഞുകൂടെ ഹബീബേ? അവിടെ നിന്ന് പറയൂ ഹബീബേ. അബൂബക്കർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരല്ലേ, ഉമർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരല്ലേ, ഉസ്മാൻ സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരല്ലേ, അലിയാര് സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരല്ലേ, 10 പേരുടെ പേരുകൾ എടുത്തെടുത്ത് സ്വർഗാവകാശിയാണെന്ന് പറഞ്ഞവരല്ലേ. പുഞ്ചിരിച്ച് കിടക്കുന്ന ഈ സ്വാഭിവര്യൻ സ്വർഗത്തിലാണെന്ന് പറയൂ ഹബീബേ. ആദരവായ പ്രവാചകനെ പറഞ്ഞ വാക്യം മലപ്പുറത്തുള്ള എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് പഠിച്ചു വെക്കേണ്ട വചനമാണ്. ഉപ്പമാര് കാതിൽ ചേർത്ത് വെക്കേണ്ട വചനമാണ്. ഹൃദയത്തിൽ അനുരാഗം ചേർത്ത് വെച്ചുകൊണ്ട് ചിന്തിക്കേണ്ട വചനമാണ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഇല്ല സാബാ ഇല്ല സാബാ ഫലഅല്ലഹു അയ്യതകല്ലമ ഫീമാ ലാ യഅനി. ആവശ്യമില്ലാത്ത വർത്തമാനം, ആവശ്യമില്ലാത്തതാകുന്ന ഫനായും ഫസാദും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടാകാം. ഫലഅല്ലഹു അയ്യതകല്ലമ ഫീമാ ലാ യഅനി. ആവശ്യമില്ലാത്ത ഫനായോ ഫസാദോ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ട് അദ്ദേഹം സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഈ മുഹമ്മദില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കണം. സ്വർഗാവകാശിയാണെന്ന് പറയാൻ ഞാനില്ല. കാരണം എന്ത്? ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഫനായും വസാദും പറഞ്ഞിട്ട് സ്വർഗത്തിൽ പോകാന്ന് കാര്യം കരുതണ്ട. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മരിക്കുമ്പോൾ നല്ല ചിരിച്ചടക്കം, നല്ല റാഹത്ത് കുട്ടപ്പൻ, ഇയാൾ ഉറപ്പാണ് സ്വർഗത്തിൽ പോകും. അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ. ജീവിതത്തിൽ ഫനായും വസാദും പറഞ്ഞുകൊണ്ട് പള്ളിയുടെ തെല്ല് തിണ്ണനിറങ്ങിയവനാണെങ്കിൽ അദാബാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നാവ് ശ്രദ്ധിച്ചോ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയുകയാണ്, തഖല്ലലൂ, നാവ് നിങ്ങൾ പല്ലൊന്ന് കുത്തണേ, നിങ്ങളെ പല്ലൊന്ന് കുത്തണേ സ്വഹാബ. ഫഖാലൂ, ഉടനെ അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു അത്രേ, ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല റസൂലേ, ഒന്നും കഴിക്കാത്ത ഭുജിക്കാത്ത ഞങ്ങളോട് വല്ലാത്ത പറച്ചിലായി പോയി ഹബീബേ. പല്ലുകുത്തുന്നത് എന്തിനാണ് ഹബീബേ? ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, കഴിക്കാത്ത ഞങ്ങളോട് പിന്നെന്തിനാ പല്ലുകുത്താൻ പറഞ്ഞത്? പല്ലുകുത്താനേ പൊറോട്ടയും ബീഫൊക്കെ അടിച്ചവനല്ലേ, കുഴിമന്തിയും കിഴി പൊറോട്ട ഒക്കെ അടിച്ചവനല്ലേ പല്ലുകുത്തണ്ടേ ഉള്ളൂ. നമ്മളെന്തിനു പല്ലുകുത്തണം? ഇന്നൊന്നും കഴിച്ചിട്ടില്ലല്ലോ നബിയെ, പിന്നെ ഞങ്ങളോട് പല്ലുകുത്താൻ എന്തിനാ പറഞ്ഞത്? അപ്പൊ നബി കൊടുത്തൊരു മറുപടി ഉണ്ട്. ആ മറുപടി കേട്ടിട്ട് നമ്മൾ ഓരോ കമ്പുമായിട്ട് നടന്നോളാം. അതാ ഇപ്പൊ പറയാൻ പോകും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നി ലഅറാ ലഹ്മ ഫുനാനിൻ ബൈന ഫനായാകും. സ്വഹാബാ, ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായി ഫസാദ് നിങ്ങൾ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിനിടയിൽ ഞാൻ കണ്ടുപോയി സ്വഹാബാ, അതാണ് നിങ്ങളോട് കുത്തിക്കളയാൻ പറഞ്ഞത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂൽ അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതാണ് ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞത്? തഖല്ലലു, പല്ലൊന്നു കുത്തണേ എന്ന് പറഞ്ഞത്. ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദ് നിങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പച്ചമാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഇരിക്കുന്നുണ്ട്, അല്ലാതെ യഥാർത്ഥത്തിൽ ആഹാരം കഴിച്ചത് കുത്തിക്കളയാനല്ല. അദ്ദേഹത്തെ കുറിച്ച് ഫനായും ഫസാദും പരദൂഷണം പറഞ്ഞതിന്റെ പേരിൽ പച്ചമാംസം നിങ്ങളുടെ പല്ലിന്റെ ഇടയിൽ ഞാൻ കണ്ടു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. يا أيها الذين آمنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكونوا خيرا منهن
വലാ തൽമിസൂ അൻഫുസകും വലാ തനാബസൂ ബിൽ അൽഖാബ്. അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ഒരാളെയും ഒരു മുഅ്മിനെയും നിങ്ങൾ പരിഹസിക്കരുത്. കാരണം പരിഹസിക്കപ്പെടുന്നതായ പാവപ്പെട്ട മനുഷ്യൻ നിങ്ങളെക്കാൾ ഉത്തമരാകാം. അല്ലയോ മുഅ്മിനത്തുകളാകുന്ന സഹോദരിമാരെ, ഒരൊറ്റ സഹോദരിമാരെയും നിങ്ങൾ പരിഹസിക്കരുത്. കാരണം നിങ്ങളെക്കാൾ ഉത്തമരായി അവർ മാറിയേക്കാമെന്ന് പരിശുദ്ധമായ ഖുർആൻ. നിങ്ങൾ ഇവിടെ വലിയ സംഭവമായിട്ട് നടന്നു, ഞാൻ അതാണ് ഇതാണെന്ന് വലിയ അഭിമാനമായിട്ടൊക്കെ നടന്നു. ആഖിറത്തിലെത്തുമ്പോൾ ഏറ്റവും വലിയ പാപ്പരായി മാറും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അമലൊക്കെ പോവും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അവിടെ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. നീട്ടുന്നില്ല, ചുരുക്കം. ശരിക്കും ശ്രദ്ധിക്കണേ. ഹദീസ് ധാരാളം പറയാൻ സാധിക്കും. അതിലേക്ക് ഞാനിപ്പോൾ ചുരുക്കുകയാണ്. തിരിച്ച് വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. നമ്മളെവിടെയാ പറഞ്ഞു വെച്ചത്? നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന 3 വസ്തുക്കളിൽ രണ്ടാമത്തെ ഭാഗത്ത് നിന്നാണ് ഇപ്പൊ പോയത്. ഒന്ന് സുഗന്ധം, മറ്റൊന്ന് ഭാര്യമാർ, മൂന്നാമത്തത്. ശരിക്കും ശ്രദ്ധിക്കും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഖുറതു ഐനി ഫിസ്സലാഹ്. എനിക്ക് മൂന്നാമതായി ഏറ്റവും പ്രിയമുള്ളത് നമസ്കാരത്തിൽ കൺകുളിർമയാകലാണ്. നിസ്കാരമെന്നല്ല പറഞ്ഞത്, അസ്സലാ എന്നല്ല പറഞ്ഞത്. എനിക്ക് മൂന്നാമതായി ഏറ്റവും ഇഷ്ടം നിസ്കാരം എന്നല്ല, പിന്നെയോ നിസ്കാരത്തിൽ കൺകുളിർമയാകലാണ്. അള്ളാഹു അത് തൗഫീഖ് നൽകട്ടെ. 2 രീതിയിലുള്ള യാത്രയുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണേ. മഹത്തുക്കളാകുന്ന സൂഫിയാക്കൾ ആ യാത്രയെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് അസ്സൈറു ഇലല്ലായാണ്. അസ്സൈറു ഇലല്ലാ, അല്ലാഹുവിലേക്കുള്ള പ്രയാണം. ഹക്കീം സാഹിബേ, ഒന്ന് അല്ലാഹുവിലേക്കുള്ള പ്രയാണം, മറ്റൊന്ന് അസ്സൈറു ഫില്ല, അല്ലാഹുവിലുള്ള പ്രയാണം. ഒന്ന് അള്ളാഹുവിലേക്കുള്ള പ്രയാണം. നമ്മളൊക്കെ ഇപ്പം അതാ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിലൂടെ, നോമ്പിലൂടെ, സക്കാത്തിലൂടെ, ഹജ്ജിലൂടെ, മറ്റു സുഹൃതങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ. ഔലിയാക്കളും അമ്പിയാക്കളും മഹത്തുക്കളും ഒക്കെ അള്ളാഹുവിൽ ലയിച്ച് ചേർന്നു. അസ്സൈറു ഫില്ലയാൻ, അള്ളാഹുവിൽ ലയിച്ചു ചേർന്നു. അത്തിപ്പറ്റ ഉസ്താദ്, മഹാനുഭാവനടക്കമുള്ള മഹത്തുക്കൾ, അവരൊക്കെ അള്ളാഹുവിൽ ലയിച്ച മഹത്തുക്കളാണ്. അതൊരു വേറൊരു ദറജയാണ്. അതിലേക്ക് എത്തണം. എത്തിയാൽ ഭയങ്കര മാധുര്യമാണ്. ഇബാദത്തുകൾക്ക് ഭയങ്കര മാധുര്യമാണ്. അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കിന്നതില്ലാതെ പോയി. അതില്ലാത്തത് കൊണ്ടാണ് നമ്മൾ റമദാനിൽ പോലും തറാവീഹ് നമസ്കാരം 20 റക്അത്ത് നിസ്കരിക്കാൻ മടി വന്നു പോയത്. മടിയാണ് നമുക്ക്. തറാവീഹ് വേണ്ട, അല്ലാത്ത വക്കത്ത് തന്നെ എടുക്കുക. ഉദാഹരണം, ഒരു കല്യാണം വന്നു, ഞായറാഴ്ച ദിവസമാണ്. ഇബാദത്തിനോട് മാധുര്യമുള്ളവൻ, നിസ്കാരത്തിൽ കൺകുളിർമയാകണമെന്ന് നിയ്യത്തുള്ളവൻ, അവൻ ആ നിക്കാഹിന്റെ മജ്‌ലിസിൽ പങ്കെടുത്താൽ തനിക്ക് ജമാഅത്ത് നഷ്ടപ്പെടുമെന്ന് കണ്ട് അവൻ ഓഡിറ്റോറിയത്തിൽ പോകില്ല. അവൻ അവരോട് പറയും, നേരത്തെ തന്നെ പറഞ്ഞേക്കും, സാധ്യതയില്ല, വരാൻ പറ്റൂല, കാരണം എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു. അതാണ് അവനെ സംബന്ധിച്ച് വലുത്. അല്ലെങ്കിൽ മറ്റൊരു ജമാഅത്തിന് സാധ്യത ഉണ്ടാവണം എങ്കിലൊക്കെ. അപ്പൊ അവ്വൽ വക്കത്തിൽ ജമാഅത്തിൽ പള്ളിയിൽ നമസ്കരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആ നിക്കാഹിന്റെ സദസ്സ് പോലും അവന് ബുദ്ധിമുട്ടാണ്. കാരണം അവന്റെ ജമാഅത്ത് നഷ്ടപ്പെടും. 12:30 അതുകൊണ്ട് വെച്ചിരിക്കുന്നത് ബാങ്ക് കൊടുക്കുന്ന സമയമാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് എവിടെ വെച്ച് നടത്തലായിരുന്നു? പള്ളിയിൽ വെച്ച. അത് പലപ്പോഴും അവൻ പറഞ്ഞു നോക്കി, അതൊന്നും അവർ വഴങ്ങിയില്ല. അവർ ഓഡിറ്റോറിയത്തിൽ തന്നെ അവരുടെ സൗകര്യാർത്ഥം അവിടെ തന്നെ വെച്ചു. പക്ഷെ ഇവൻ അവിടെ പോയി കൂടിയാൽ എന്തു പോകും? ജമാഅത്ത് പോകും. ഇവൻ എന്തിനെ മുൻഗണന കൊടുത്തു? ജമാഅത്തിന് മുൻഗണന കൊടുത്തു. നിക്കാഹ് കഴിഞ്ഞിട്ട് വേണം അവിടം വരെ പോയി അവർക്കൊരു ആശംസ നേരാം. അതാണ് അവൻ ശ്രദ്ധിച്ചത്. അതിനാണ് ഖൈർ, അതാണ് ഹലാവത്ത്. എന്തിനോടുള്ളൊരു മാധുര്യം? ദീനിനോടും ദീനിന്റെ കാര്യത്തോടും ഇബാദത്തിനോടുമുള്ളൊരു മാധുര്യം അവന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ്. ഇനി അവൻ ഈ നിക്കാഹിന് പങ്കെടുത്തു എന്ന് വെക്കുക. അവൻ അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളുടെയാണ്, നിക്കാഹിന് പങ്കെടുത്തു. പള്ളിയിലെത്തിയപ്പോഴത്തേക്ക് ആദ്യ ജമാഅത്ത് കഴിഞ്ഞു പോയി. അവന് മനസ്സിന് ഭയങ്കര വിഷമം. സംഭവം അടുത്ത ജമാഅത്ത് കിട്ടിയിട്ടുണ്ടാവാം, പക്ഷെ എങ്കിൽ പോലും ആദ്യ ജമാഅത്ത് കഴിഞ്ഞു പോയല്ലോ റബ്ബേ എന്ന് ഓർത്ത് മനസ്സിനൊരു ടെൻഷൻ. അതെന്തിന്റെ ലക്ഷണമാണ്? ഇബാദത്തിനോടുള്ള മാധുര്യത്തിന്റെ ലക്ഷണമാണ്.
ഇനി വേറൊരു വിഭാഗം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ, നമ്മളൊക്കെ ഏത് കാറ്റഗറിയിൽപ്പെട്ടതാണ്? കല്യാണം ഉണ്ടെന്നറിഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ട്, അന്നത്തെ സുബഹിയും വേണ്ട, രക്ഷപ്പെട്ട് ഇന്ന് ലോഹറിന് പള്ളിയിലോട്ട് വേണ്ട, ഇവിടെ വല്ല കുഴിമന്തിയൊക്കെ കഴിച്ച് അസർ നിസ്കരിക്കേണ്ട, കാരണം ഇതിൻ്റെ കൂട്ടത്തിൽ ചടങ്ങിന് പോകണ്ടേ, അവിടെ പോയി അവിടെ ഫുഡ് അടിക്കേണ്ടതാണ്, അവിടെ അല്ല കിഴിപൊറോട്ട എന്നാണ് പറയുന്നത് കേട്ടോ, എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാം. അവൻ്റെ നിസ്കാരം മുഴുവൻ അവൻ കളയാൻ വേണ്ടി ചാൻസ് ഒപ്പിച്ച് നടക്കുന്നവരാണ്. രണ്ടും രണ്ടാണ്. ഇതേപോലെ തന്നെ റമദാനിൽ നോമ്പുതുറയ്ക്ക് വേണ്ടി വിളിച്ചു. തൻ്റെ നാട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ അപ്പുറത്താണ് നോമ്പുതുറയുള്ളത്. പോയി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ആളെ വിളിച്ചത്, പോകലൊക്കെ വളരെ നല്ലതാണ്. പോയി കഴിഞ്ഞാൽ ഇവന് ഇശായുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകും. തറാവീഹ് ചിലപ്പോൾ ഒരു 8 റക്അത്തും പോവും. ഉദാഹരണം 20 റക്അത്ത് ജമാഅത്ത് കിട്ടൂല. വന്ന് നിസ്കരിക്കാം. അത്ര ദൂരത്താണ് പോകുന്നത്. 30 കിലോമീറ്റർ പോകണം. നേരത്തെ പോകാം, അസർ കഴിഞ്ഞ് പോകാം, അസർ നിസ്കരിച്ചിട്ട്. പക്ഷെ മഗ്‌രിബിന് അവിടെ പോയി നിസ്കരിച്ചാലും ഇശായിന് തിരിച്ചെത്താൻ പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ അവന് ടെൻഷനായി. അപ്പൊ അവൻ എന്ത് തീരുമാനിച്ചു? ആ വീട്ടുകാരൻ വിളിച്ചപ്പോഴേ പറഞ്ഞു, എനിക്ക് പള്ളിയിൽ കറക്റ്റ് തറാവീഹിന് എത്തേണ്ടതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ ഒന്ന് എത്തിക്കോളാം എന്ന് പറയുകയും ചെയ്തു. സുബഹി നിസ്കരിച്ചിട്ട് ഒരു 8 മണി സമയമായപ്പോൾ ഇവൻ രാവിലെ അവിടെ ചെന്നു. ഒരു പുതിയായിട്ട് ഒരു നോമ്പുറയ്ക്ക് വിളിച്ചല്ലേ, അവരുടെ സൽക്കാരം സ്വീകരിച്ച് അവിടെ പ്രായമുള്ള ആളുകളെയൊക്കെ ഒന്ന് കണ്ട് ളുഹറിന്റെ മുമ്പ് തന്നെ അവൻ നേരെ ജമാഅത്തിന് പള്ളി തിരിച്ചു വന്നു. ആ കാര്യം അങ്ങ് റാഹത്താക്കി. മഗ്‌രിബിന് ഇവിടെ തന്നെ കൂടി റാഹത്തായിട്ട് ഇശായിന് പള്ളിയിലും എത്തി. അവന് തറാവീഹിനും പരിഗണന കൊടുത്തു. എന്തുകൊണ്ട്? അവൻ ഇതിനോടൊരു മാധുര്യമുണ്ട്. മറ്റേത് നോമ്പുതുറ വിളിച്ചതേ ഉള്ളൂ, അപ്പോഴേ ഇവിടെ അടയാളപ്പെടുത്തി കലണ്ടറിനകത്ത് കുത്തിവരച്ച് വെച്ചിരിക്കാൻ. അന്ന് അവിടെയാണ് ഫുഡ്. ഇവിടെ അടുപ്പ് കത്തിക്കപ്പെടുകയില്ല. നേരത്തെ തന്നെ ഇവിടുന്ന് സുബഹി കഴിഞ്ഞപ്പോഴേ കുത്തിയും പറിച്ച് അങ്ങോട്ട് പോയി. പിന്നെ അവിടെ കൂടുകയാണ്. അവർ പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ഇത് 3 ദിവസം ഇതിനെ അപ്പച്ചമ്പി കയറ്റി ആവി കയറ്റി കൊടുത്ത് മിച്ചം വന്നത് കഴിപ്പിച്ചിട്ട് പോലും ഇവൻ പോകുന്നില്ല. 3 ദിവസത്തിൻ്റെ പൊക്കെ ഇവിടുന്ന് പോകുന്നുള്ളൂ. ആട്ടി ഇറക്കി വിടേണ്ട അവസ്ഥ. കാരണം എന്താ? ഇവന് താല്പര്യം അവിടെ നിൽക്കലാണ്, ഇങ്ങോട്ട് വരലല്ല. എങ്ങോട്ടെങ്കിലുമൊക്കെ ടൂറ് പോയാൽ മതി. ഇതെന്തിൻ്റെ ലക്ഷണമാണ്? ഈമാന്റെ കുറവാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതാണ് നേരത്തെ പറഞ്ഞത്. അസൈറു ഇലല്ലായും ഉണ്ട്, അസൈറു ഫില്ലായും ഉണ്ട്. നമ്മൾ ഇപ്പോഴും അസൈറു ഇലല്ലായാണ്. എന്തിലെത്തിയിട്ടില്ല? അസൈറു ഫില്ല, അള്ളാഹുവിൽ ലയിച്ചു ചേർന്നുള്ള യാത്രയിൽ എത്തിയിട്ടില്ല. അതെത്തണമെങ്കിൽ മാധുര്യം വരണം. അങ്ങനെ എത്തിയ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പ്രായമുള്ള ആളുകൾ, ഉമ്മമാരും ഉണ്ട്, ഉപ്പമാരും ഉണ്ട്. ഒരു വാക്കത്ത് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയാൽ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവല് വക്കത്തിൽ നിസ്കരിക്കാൻ പറ്റിയില്ല. സുബഹിക്ക് കടന്ന് ഉറങ്ങിപ്പോയി. ഒരു 6:30 7 മണിക്ക് എഴുന്നേറ്റ് ഭയങ്കര ടെൻഷനാണ്. ദീനിയായ മജ്ലിസ് നഷ്ടപ്പെട്ടു പോയി. ടെൻഷനാണ്, വിഷമമാണ്, ദുഃഖമാണ്. ഇന്ന് ആ ദിക്ർ ചെല്ലാൻ പറ്റിയില്ല, ഇന്ന് സലാത്ത് ചെല്ലാൻ പറ്റിയില്ല, ഇന്ന് ആ യാ ഹയ്യു യാ ഖയ്യൂം ചെല്ലാൻ പറ്റിയില്ല, ഇന്ന് ലാ ഹൗല ചെല്ലാൻ പറ്റിയില്ല. ടെൻഷനാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഹലാവത്തുണ്ടാവുക. മനസ്സിലാകുന്നുണ്ടോ? ആണ് ഞാൻ പറഞ്ഞത്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് പറഞ്ഞത്. എന്ത്? എനിക്ക് മൂന്നാമതായി ഏറ്റവും പ്രിയം എന്തിനോടാണ്? നിസ്കാരത്തിൽ കൺകുളിർമയാകലാണ്. അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ചറബ് തീരുമാനിച്ചാലല്ലാതെ അത് കിട്ടൂല. അള്ളാഹു നമുക്ക് ആ ഹലാവത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കും നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്കും നിസ്കാരത്തോടുള്ള താല്പര്യം അള്ളാഹു നസീബാക്കട്ടെ. അതൊരു ഭാരമായി നമ്മൾ കണ്ടാൽ പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയാണ്, ഭാര്യമായി കണ്ടാൽ പോയി. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഹാഫള അലൈഹാ കാനത് ലഹു നൂറുൻ വനജാതുൻ വബുർഹാനുൻ വശഫീഉൻ യൗമൽ ഖിയാമ. ആരവൻ നമസ്കാരത്തെ ഗൗനിച്ചുവോ, ആരവൻ നമസ്കാരത്തെ ശ്രദ്ധിച്ചുവോ, അവന് തീർച്ചയായും രക്ഷയാണ്. അവന് തീർച്ചയായും ആഖിറത്തിൽ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കയറാനുള്ള ചവിട്ടുപടിയാണ്. അവന് നാളെ ആഖിറത്തിൽ ശുപാർശകനാണ് നമസ്കാരം. വമൻ ലം യുഹാഫിദ് അലൈഹാ ലം തകുൽ ലഹു നൂറുൻ. ഈ ദുനിയാവിൽ 5 വഖത്ത് നമസ്കാരം ഗൗനിക്കാതെ കള്ളു കുടിച്ച് നടന്നവനെ, വ്യഭിചരിച്ചവനെ, സിനിമ കണ്ടും സീരിയല് കണ്ടുകൊണ്ടും ഇബാദത്തുകളെ കളഞ്ഞു കുളിച്ചവരെ, മോശപ്പെട്ട ടൂറുകൾ നടത്തിക്കൊണ്ട് ജീവിതത്തെ നശിപ്പിച്ചതായ മുസ്ലിമേ,
ലം തകുൽ ലഹു നൂറുൻ, അവന് പ്രകാശമില്ല, പ്രകാശമില്ല. എത്രയെത്ര മുസ്ലിം സഹോദരങ്ങളാണ്, എത്രയെത്ര മുസ്ലിം ചെറുപ്പക്കാരാണ്, മുഅ്മിനീങ്ങളാണ്, ഏതെല്ലാം ടൂറുകളിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരു വഖത്ത് പോലും നമസ്കാരമില്ല, നമസ്കാരമില്ല. എങ്ങനെയാണ് മുസ്ലിമെ അപകടങ്ങളില്ലാതിരിക്കുക? എങ്ങനെയാണ് മുഅ്മിനത്തെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നിന്റെ ജീവിതത്തിൽ അടിക്കടി അല്ലാഹു നൽകാതിരിക്കുക? പടച്ച റബ്ബ് നിന്നോട് ആവശ്യപ്പെട്ടതായ നമസ്കാരം 5 വഖത്തുകൾ കൃത്യമായി അല്ലാഹുവിന്റെ മുന്നിൽ സാഷ്ടാംഗം നമിക്കാൻ നിനക്ക് സാധിക്കാതെ വന്നാൽ ലം തകുൽ ലഹു നൂർ, അവന് പ്രകാശമുണ്ടാവുകയില്ല. വലാ നജാതുൻ, നാളെ ആഖിറത്തിൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ തലക്ക് മീതെ കൊണ്ടുവന്ന് വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ ഒരു രക്ഷയുടെ കവചവും അല്ലാഹു നിനക്ക് നൽകുകയേ ഇല്ല. ഒരു രക്ഷാമാർഗവും അല്ലാഹു നിനക്ക് തുറന്നു നൽകുകയില്ല. വലാ ബുർഹാനുൻ വലാ ശഫീഉൻ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ നിനക്കൊരു ശുപാർശകനായിട്ട് ഒരാൾ പോലും ഉണ്ടാവുകയില്ല. കാരണം നീ നമസ്കാരത്തെ ശ്രദ്ധിക്കാത്തവനാണ്, ഗൗനിക്കാത്തവനാണ്. അല്ലേ? ഇന്നത്തെ തലമുറകൾ അങ്ങനെയല്ലേ? ആരാ നിസ്കാരം ശ്രദ്ധിക്കുന്നത്? 3 നേരത്തിൽ 1 നേരം ഭക്ഷണം ഒഴിവാക്കിയാൽ ഉമ്മമാര് ചോദിക്കുന്ന കാലഘട്ടം. മോനെ എന്താണ് നീ രാത്രി കഴിക്കാതെ ഇന്നലെ കിടന്നത്? അതുകൊണ്ട് രാവിലെ 2 ദോശ കൂടി മോനെ കഴിക്കണേ എന്ന് പറഞ്ഞ് 2 ദോശ കൂടി ചുട്ടു കൊടുക്കും ഉമ്മ. തലേന്ന് ഇശാ പോലും നിസ്കരിച്ചിട്ടില്ല, മഗ്രിബ് നിസ്കരിച്ചിട്ടില്ല, എവിടെയൊക്കെ കറങ്ങി നടന്നു മകൻ, ഏതൊക്കെയോ പോസ്റ്റ് മറിച്ചിട്ടിട്ട് കഥ പറഞ്ഞിരുന്നു അവൻ. MDMA LSD അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിലകൊണ്ടു മക്കൾ. അപ്പ ചോദിക്കുന്നില്ല, ഉമ്മ ചോദിക്കുന്നില്ല. ഇന്നത്തെ നവസമൂഹം കഴിഞ്ഞ ഓണത്തിന് കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിൻ, എത്ര ചെറുപ്പക്കാരാണ്, എത്ര ആളുകളാണ് കള്ളുകുടിച്ചത്? ഇതുവരെ ഇല്ലാത്ത റെക്കോർഡുകളാണ്. റെക്കോർഡ് ഭേദിച്ചു കളഞ്ഞു ഈ കഴിഞ്ഞ ഓണത്തിന് കുടിച്ചതാകുന്ന കണക്ക്. അത്രയേറെ കോടിക്കണക്ക് രൂപയുടെ മദ്യമൊഴുകി. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എവിടെയാണ്? ആരാണ് ഈ കുടിക്കുന്നത്? ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? MDMA LSD അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ഒരു ഭാഗത്ത് ക്യാമ്പസുകളിൽ ചെറുപ്പക്കാരാകുന്ന യുവാക്കളും യുവതികളും മാരകമാകുന്ന രോഗങ്ങൾ കടിമപ്പെടുന്ന കാലഘട്ടം. മറ്റൊരു ഭാഗത്ത് ക്യാമ്പസുകൾ തന്നെ സ്വവർഗരതി അനുരാഗികളായി പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കലാലയത്തിലേക്ക് മക്കളെ പറഞ്ഞു വിട്ടിട്ട് പോലും പെൺകുട്ടികൾ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് സ്വയംഭൂ അണിഞ്ഞ് എനിക്കെന്റെ കൂട്ടുകാരികളുമായി തന്നെ ജീവിച്ചാൽ മതി, ഞാൻ അവളുമായി തന്നെ വിവാഹം കഴിച്ചുകൊണ്ട് ജീവിക്കാൻ അവകാശപ്പെടുന്നു, ഇന്ത്യ രാജ്യത്ത് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ് അവകാശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വന്തം മാതാപിതാക്കൾക്ക് വെല്ലുവിളിയായി കടന്നു വരുന്ന +2 പഠിക്കുന്ന പൊന്നുമോളുള്ള കാലഘട്ടം. അല്ലേ? +2 പഠിക്കുന്ന മകളാൻ രംഗത്ത് വരുന്നത്, എന്റെ കൂട്ടുകാരി എനിക്ക് കെട്ടിച്ചു തരണം. ആരോടാ പറയുന്നത്? സ്വന്തം വാപ്പാടും ഉമ്മാടും. BA പഠിക്കാൻ വിട്ട മകനാൻ, അവൻ ഗേ ആയി മാറി. ആണുങ്ങളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് സ്വയംഭൂ അണിയുന്ന അവസ്ഥ. കുണ്ടന്മാരെ കാണണം അവര് എല്ലാ ദിവസവും, എന്നാലേ മനസ്സിനൊരു റാഹത്തുള്ളൂ. അങ്ങനെ നടക്കുന്ന ടീംസ്. അതിലൂടെ എന്തുണ്ടായി? പുതിയ തലമുറകൾ വഴിപിഴച്ചു പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു വേഴ്ചകൾ നടത്തിയിട്ട് സംതൃപ്തി അടയുന്ന ലെസ്ബീനികൾ അധികരിച്ച കാലഘട്ടം. ഇന്നത്തെ തലമുറ മനസ്സിലാക്കണം നമ്മൾ. ഇപ്പൊ പുതിയതാകുന്ന കണ്ടുപിടുത്തങ്ങളിൽ വരുന്നു, കുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് പ്രത്യേകമായി കളിക്കോപ്പുകളൊന്നും വേണ്ടതാനും. എന്ന് പറഞ്ഞാൽ സാധാരണ ആൺകുട്ടികൾക്ക് സ്പൈഡർമാൻ മറ്റുള്ളതൊക്കെയാണ് ഇഷ്ടം. അല്ലെ? എവിടെയെങ്കിലുമൊക്കെ വലിഞ്ഞു കയറി എല്ലാം നശിപ്പിക്കണം, ഹലാക്കാക്കണം. പെൺകുട്ടികളോ ബാർബി മറ്റു തുടങ്ങിയിട്ടുള്ളതാകുന്ന ചെറിയ നല്ല രൂപത്തിലും ഭാവത്തിലുള്ള പ്രതിമകളൊക്കെയാണ് ചെറിയ കുട്ടികൾക്ക് ഇഷ്ടം. ഇനി അങ്ങനെയല്ല വേണ്ടത്. പുതിയ തലമുറകൾക്ക് എന്തുണ്ടാവട്ടെ? കളിക്കോപ്പുകൾ ഒരു രൂപത്തിലോ ഭാവത്തിലോ ഒന്നും ഇല്ലാത്തത് വരട്ടെ. കുട്ടികൾ ഇങ്ങനെ ഏതെങ്കിലും ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങളൊക്കെ തെരഞ്ഞെടുത്ത് കുറെ നാളാകുമ്പോൾ അവന് തന്നെ സ്വയമേ തോന്നണം, എനിക്ക് എന്തായി ജീവിക്കണം. ഒരാണിന് തോന്നുകയാണ് എനിക്ക് പെണ്ണായി ജീവിക്കണം തോന്നിയാൽ അങ്ങനെ ജീവിക്കട്ടെ എന്ന്. ഒരു പെണ്ണിന് തോന്നുകയാണ് എനിക്കിനി ആണായി ജീവിക്കണം തോന്നിയാൽ ശസ്ത്രക്രിയ ചെയ്തിട്ട് അവൻ അങ്ങനെ സ്വയം തന്നെ മാറട്ടെ. അങ്ങനെയുള്ള കാലഘട്ടത്തിലേക്കാണ് ഇന്നത്തെ തലമുറ മാറുന്നത്. അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. പുതിയ തലമുറ അതാണ് ആവശ്യപ്പെടുന്നത്. കോളേജുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ളതാകുന്ന ചിത്രങ്ങളുമൊക്കെ അത്തരത്തിലുള്ളതാകുന്ന ചിന്താധാരകളിലേക്ക്, പൊതുധാരകളിലേക്ക് പോവാൻ. മതത്തിൻ്റെതാകുന്ന
ചങ്ങലകൾ പൊട്ടിച്ചെറിയാം, സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് സ്വൈരവിഹരിക്കാം. കോളേജുകളുടെ ക്യാമ്പസുകൾ എഴുതി വച്ചിരിക്കുന്നതാകുന്ന ഡയലോഗുകളാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് എന്താ കൊടുത്തിരിക്കുന്ന ചിത്രം? ഒരാണും ഒരു പെണ്ണും കെട്ടിപ്പിടിച്ച് നഗ്നയായി പുളകിതമായി ചുംബനം വെച്ച് നിലകൊള്ളുന്ന ചിത്രവും കൊടുത്തിട്ടാണ് അതിനടിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് എന്ത്? മതത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാം, സ്വാതന്ത്ര്യത്തോടുകൂടി സ്വൈരത്തോടുകൂടി വിഹരിക്കാം എന്ന് പറഞ്ഞാൽ മതത്തിനൊന്നും ഒരു സ്വാതന്ത്ര്യം ഇല്ല. നല്ല സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇങ്ങനെ റാഹത്തായിട്ട് മിങ്കിളാകണം. പിന്നെ എവിടുന്ന് വരും? അള്ളാഹു നമ്മളെ കാക്കട്ടെ. എവിടേക്ക് എത്തിയുന്ന സഹോദരങ്ങൾ? ഇന്നത്തെ ലേറ്റസ്റ്റ് ന്യൂസ് എന്താണ്? ജില്ല ഞാൻ പറയുന്നില്ല. +2 പഠിക്കുന്നതാകുന്ന പെൺകുട്ടിയെ വർഷങ്ങളായി പീഡിപ്പിക്കുന്നതാകുന്ന സഹോദരന്റെ ചരിത്രമാണ് ഇന്നത്തെ രാത്രിയിൽ ന്യൂസ് അവറുകൾ, ചാനലുകൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളത്. എവിടെയാണ് എത്തിയിരിക്കുന്നത്? +2 പഠിക്കുന്നതാകുന്ന പെൺകുട്ടിയെ കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് സഹോദരൻ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-4 വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം 8ാം ക്ലാസ് മുതൽ തുടങ്ങിയിട്ടുണ്ടെന്നർത്ഥം. അള്ളാഹു കാക്കട്ടെ. സ്വന്തം സഹോദരൻ, ഒരേ ചോരയിൽ പിറന്ന പെങ്ങളെ പീഡിപ്പിക്കുന്ന കാലഘട്ടം, ഉമ്മമാരെ പീഡിപ്പിക്കുന്ന കാലഘട്ടം, മക്കളെ കാഴ്ചവെക്കുന്ന, മറ്റുള്ളവർക്ക് കാഴ്ചവെച്ചിട്ട് അതിൻ്റെതാകുന്ന സമ്പാദ്യം കൊണ്ട് ജീവിതം റാഹത്താക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നതാകുന്ന രക്ഷിതാക്കളുടെ കാലഘട്ടം. കൊച്ചിയിലേക്ക് മലബാറിന്റെ ദേശങ്ങളിൽ നിന്ന് വണ്ടി കയറിയിട്ട് കൊച്ചിയിൽ വന്നുകൊണ്ട് MDMAയും LSDയും കച്ചവടം നടത്തിയിട്ട് ഈ അടുത്ത് പിടിക്കപ്പെട്ടു ദമ്പതിമാരെ. കോടിക്കണക്കിന് രൂപയുടേതാകുന്ന MDMA ലഹരി ഉപയോഗമാണ് അവർ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും മുസ്ലിമീങ്ങളാണ്. എന്താ പരിപാടി? MDMAയുടെ ബിസിനസ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കേൾക്കുമ്പോൾ അവർക്ക് MBBS പഠിക്കുന്ന എന്തോ വലിയ കോഴ്സാണ്. മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ്. അത് കച്ചവടം ചെയ്യാൻ, അത് സമൂഹത്തിൽ വിപണനം നടത്തുന്നതിന്റെ വലിയ മുതലാളിമാരായി നിലകൊള്ളാണ് ആര്? ഭാര്യയും ഭർത്താവും. എന്നിട്ട് ഈ പൈസ കിട്ടിയിട്ടോ, ഇത് ഹറാമായ പൈസയാണ്, പൈസ കിട്ടിയിട്ടോ സ്വന്തം മക്കളുടെ വാവളിച്ചിട്ട് ചോറ് വെച്ചു കൊടുക്കുക. ഇതിനേക്കാൾ വലിയ നരകം വേറെ വല്ല ഒഴിക്കുവാണ്. നരകം വിലയ്ക്ക് വാങ്ങാൻ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് മുഴുവനും ഈ ഉമ്മത്തങ്ങ് ഏറ്റെടുത്തു. എന്തെല്ലാം ചെയ്യണം, ഏതെല്ലാം നന്മകൾ വേണമെന്ന് പറഞ്ഞോ അത് മുഴുവനും പരിപൂർണമായി ഒഴിവാക്കി. അല്ലേ? എന്താണ് നമ്മുടെ അവസ്ഥ? എന്നാൽ നമ്മളിലുള്ള നന്മകളൊക്കെ ഇന്ന് മറ്റുള്ളവർ എടുക്കാൻ. നബിദിനത്തിന്റെ ശ്രേഷ്ഠമായ ആഘോഷം വരുമ്പോ ഹൈന്ദവ സഹോദരിയാകുന്ന ഒരു പെണ്ണ് കണ്ടില്ലേ, ഓടി വന്നിട്ട് അതിലുള്ളതാകുന്ന മുസ്ലിം സഹോദരനെ ചേർത്ത് നിർത്തി അണച്ചവനൊരു ചുംബനം നൽകി നോട്ടുമാല കൊണ്ട് സ്വീകരിച്ചത് നേർക്കാഴ്ചയായിട്ട് മുസ്ലിം സമുദായം കണ്ടില്ലേ. നന്മകളെ, മുസ്ലിം സമുദായത്തിന്റെ നന്മകളെ സംശീകരിക്കപ്പെട്ടു. സഹോദര സമുദായത്തിലുള്ളതാകുന്ന ആളുകൾക്ക് വരെ മുഹമ്മദ് നബി ആരാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി. പ്രായം ചെന്ന ഒരു ഉമ്മ, ഊന്നുവടി കുടിച്ചുകൊണ്ട് നടക്കുന്നതാകുന്ന ഒരു ഉമ്മ, കുനിഞ്ഞു നടക്കുന്നതാകുന്ന ഉമ്മ, ശരീരത്തിൽ പോഷകാഹാരക്കുറവ് മൂലം എല്ലുകൾ ഉന്തി നിലകൊള്ളുന്ന പ്രായം ചെന്നതാകുന്ന കണ്ണുകുഴിഞ്ഞതാകുന്ന ഉമ്മ, അവരുടെ മടിത്തട്ടിൽ അവരുടേതാകുന്ന വസ്ത്രത്തിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് നല്ല സുന്ദരമാകുന്ന മിഠായികൾ. അത് കൊണ്ടുവന്നിട്ട് ഒരു ബക്കറ്റിലേക്ക് നിക്ഷേപിക്കാൻ. എന്നിട്ട് അവർ 2 കൈകളും ഉയർത്തിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നില്ലെങ്കിലോ, ജീവിച്ചിരിക്കാനുള്ളതാകുന്ന ഒരു അവസരത്തിന് വേണ്ടി അവർ കേഴുകയാണ്. സഹോദര സമുദായത്തിലുള്ളതാകുന്ന അമ്മമാർക്ക് കിട്ടിയ ഒരു ആത്മീയമാകുന്ന ഒരാവേശം എന്തേ നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോയി? നമുക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ഇതിനെല്ലാം എതിർത്തിട്ട് ഒരു ഭാഗത്ത് നടക്കാൻ ദീനിയാകുന്ന ഒരു കാര്യങ്ങളുമില്ല. ഒരു 10 സലാത്ത് പോലും ചെല്ലൂല. എതിർക്കുന്ന ആളുകൾ പോലും ഒരു 10 സലാത്ത് പോലും ചെല്ലാതെ 10 സലാത്തുകൾ ചെല്ലുന്ന വ്യക്തികളെ കൂടി എതിർക്കുന്ന അവസ്ഥയിലേക്ക് സഹോദര സമുദായത്തെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും അനൈക്യമുണ്ടാക്കുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രവണതകൾ നിർത്തണം. നമ്മൾ ഒന്നിക്കേണ്ട സമയം അതിക്രമിച്ചു സഹോദരങ്ങളെ. ഒരു ഭാഗത്ത് ഫാസിസ്റ്റ് ശക്തികൾ വല്ലാതെ ശക്തി പ്രാപിക്കുന്ന ഒരു കാലഘട്ടം. എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിനിടയിൽ ഇങ്ങനെ ഒരു ഭിന്നിപ്പ്? പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ച മതമല്ലേ? പുണ്യ നബി കാരുണ്യത്തിന്റെ പ്രവാചകനല്ലേ? ലോകം മുഴുവനും കാരുണ്യം വാരി വിതറിയ വ്യക്തിയല്ലേ? എല്ലാ സൃഷ്ടിജാലങ്ങളോടും, എല്ലാ മതവിഭാഗങ്ങളോടും, മാനവരോ സമൂഹത്തോടും മാനവികത എന്താണെന്ന് ലോകത്ത് കാണിച്ചെന്ന പ്രവാചകരല്ലേ? അതുകൊണ്ടല്ലേ ലോകത്തുള്ള മുഴുവൻ ആളുകളും പ്രവാചകരെ വാഴ്ത്തിയത്, പുകഴ്ത്തിയത്? ആരാണ് ഇകഴ്ത്തിയത്? ഏതെങ്കിലും ബുദ്ധിയുള്ള വ്യക്തികൾ ഇകഴ്ത്തിയിട്ടുണ്ടോ? ബുദ്ധിജീവികളാകുന്ന സർവ്വ ആളുകളും മഹത്തുക്കളും രചന നിർവഹിച്ചിട്ടുള്ളതാകുന്ന എല്ലാ മഹാന്മാരും മുഹമ്മദ് നബിയെ കുറിച്ച് നല്ലതുപോലെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. എല്ലാ മതഗ്രന്ഥങ്ങളിലും, എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകളും ആണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഭാഷ, ദേശ, വർണ്ണവർഗ വ്യത്യാസമില്ല. പരിപൂർണമായി പ്രവാചകരെ വർണ്ണിച്ചിട്ടുണ്ട്.
അറിയണം നമ്മൾ നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? ആ ഹബീബായ നബി തങ്ങളെ അനുരാഗം വെച്ച് പുലർത്താതെ നീ യഥാർത്ഥ സത്യവിശ്വാസിയാവുകയില്ല. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? പഠിച്ചു വെക്കണേ. 3 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് ഉണർത്തുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കൾ, ഒന്നാമത് അത് പരിശുദ്ധമായ സുഗന്ധമാണ്. മറ്റൊന്ന് എന്റെ ഭാര്യമാരാണ്. മൂന്നാമത്തത് നമസ്കാരത്തിൽ കൺകുളിർമയാകലാൻ. അല്ലാഹു 3 പ്രിയം വെക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വചനങ്ങൾ കേട്ടുകൊണ്ട് സ്വഹാബത്ത് ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ചോദിച്ചു, യാ അബൂബക്കറേ മാ ഹുബ്ബിബ ഇലൈക മിൻ ദുനിയാക യാ അബൂബക്കറേ ഈ ദുനിയാവിൽ നിനക്ക് ഇഷ്ടം വെച്ചിട്ടുള്ളതാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് പറയുമോ അബൂബക്കറേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉടനെ പറയുകയാണ്, എനിക്ക് ഈ ദുനിയാവിൽ പ്രിയമുള്ളത് 3 വസ്തുക്കളാണ്. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസതു ഉമൂർ. ഈ ദുനിയാവിൽ എനിക്ക് ഇഷ്ടമുള്ളത് 3 വസ്തുക്കളാണ് ഹബീബേ. അതിലൊന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അന്നദുറു ഇലാ വജ്ഹിക വൽ ജുലൂസു ബൈന യദൈക വജംഉൽ മാലി ലിൽ ഇൻഫാഖി അലൈക. എനിക്കിഷ്ടവും 3 കാര്യങ്ങളാണ്. ഒന്ന്, അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മുഖകമലം സദാസമയം നോക്കിക്കൊണ്ട് നിലകൊള്ളലാണ്. എത്തൊരു സുന്ദരമാണ്. വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി كأنك قد خلقت كما تشاء. എല്ലാ ന്യൂനതകളിൽ നിന്നും പരിപൂർണമായി ഒഴിവായതായ നിലക്ക് തങ്ങൾ ഉദ്ദേശിക്കുന്നതായ മുഖകമലത്തിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാവത്തിലും രൂപത്തിലും മഹത്തായ രൂപത്തിലുമായി അല്ലാഹു നബിയെ തങ്ങളെ അയച്ചില്ലയോ? വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ. തങ്ങളെക്കാൾ സുന്ദരനായ ഒരു കുഞ്ഞിനെ ലോകത്ത് ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. തങ്ങളെക്കാൾ സുന്ദരമാകുന്ന ഒരു കുട്ടിയെ ലോകത്തൊരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. അത്രയേറെ സുന്ദരനായ ഹബീബായ നബി തങ്ങളെ തങ്ങളുടെ മുഖകമലമൊന്ന് കാണാനുള്ള പ്രിയമാണ്. എനിക്ക് ഏറ്റവും ഈ ദുനിയാവിൽ ഇഷ്ടം അന്നളുറു ഇലാ വജ്ഹിക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ, എനിക്ക് ഇഷ്ടം തങ്ങളുടെ മുഖത്ത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു ഏതാണെന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത മറുപടിയാണ് അന്നളുറു ഇലാ വജ്ഹിക. തങ്ങളുടെ മുഖത്ത് ഇമവട്ടാതെ നോക്കിയിരിക്കുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. തീർന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീണ്ടും പറയുകയാണ്, വൽ ജുലൂസു ബൈന യദൈക. നബിയേ തങ്ങളുടെ സന്നിധിയിൽ ഇരിക്കലാണ് ഹബീബേ. അവിടുത്തെ ചാരത്ത് നിലകൊള്ളലാണ് ഹബീബേ. എത്ര സുന്ദരമാണ്. ആരാണ് ഈ ഹബീബ്? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വൽ ജുലൂസു ബൈന യദൈക യാ റസൂലല്ലാഹ്. നബിയേ
തങ്ങളുടെ അടുക്കൽ ഇരിക്കലാണ് ഈ അബൂബക്കറിന് പ്രിയം. ഹബീബേ തീർന്നില്ല ഹബീബേ, തീർന്നില്ല ഹബീബേ. എനിക്ക് ഈ ദുനിയാവിൽ ഇഷ്ടമുള്ള 3 വസ്തുക്കളിൽ മൂന്നാമത്തത് ഒന്ന് തങ്ങളുടെ മുഖത്ത് നോക്കലാണ്, രണ്ടാമത്തത് തങ്ങളുടെ ചാരത്ത് സദാസമയം നിലകൊള്ളലാണ്, തങ്ങളുടെ സന്തത സഹചാരിയായി നിലകൊള്ളലാണ്. മൂന്നാമത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വജമുൽ മാലി ലിൽഇൻഫാഖി അലൈക, തങ്ങൾക്കും തങ്ങളുടെ കുടുംബത്തിനും സമ്പത്ത് സദാസമയവും ചെലവഴിച്ചുകൊണ്ട് നിലകൊള്ളാൻ സമ്പത്ത് ഒരുമിച്ച് കൂട്ടലാണ്. ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യം മുഴുവനും നബിയേ തങ്ങൾക്ക് വേണ്ടിയാണ് ഹബീബേ, തങ്ങൾക്ക് വേണ്ടിയാണ് ഹബീബേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അനുരാഗത്താൽ ലോകത്തോട് വിളിച്ചു പറയുകയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ നീ ചെയ്തിട്ടുള്ള ഏതെല്ലാം നന്മകളുണ്ടോ, ഹബീബായ നബി തങ്ങളുടെ മേൽ ഓതിയിട്ടുള്ള പരിശുദ്ധമായ ഖുർആൻ ഖത്മുകൾ, പ്രവാചകരുടെ മേൽ ചൊല്ലിയിട്ടുള്ള സലാത്തുകൾ, ആ പ്രവാചകരോടുള്ള ഇഷ്കിനാൽ അനുരാഗത്താൽ ഏതെല്ലാം പാവപ്പെട്ട മക്കൾക്ക് നീ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ, നാട്ടിലുള്ളതാകുന്ന പണക്കാരടക്കം മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങൾ പച്ചക്കരലുള്ള ഹൃദയമുള്ള ഏത് വ്യക്തികൾക്കും നീ ആഹാരം നൽകിയിട്ടുണ്ടോ, അതിനെല്ലാം പ്രതിഫലമാണ്, പ്രതിഫലമാണ്. കാരണം ലോകത്ത് ജനങ്ങളുടെ പശിയടക്കാൻ, ജനങ്ങളുടെ വിശപ്പടക്കാൻ ഏറ്റവും കൂടുതൽ നിലകൊണ്ട പ്രവാചകൻ അത് ഹബീബ് മുഹമ്മദ് മുസ്തഫയാണ്, മുസ്തഫയാണ്. ആ പ്രവാചകരുടെ കാരുണ്യം പോലും ലോകത്ത് ഒരാൾക്കും ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ഒട്ടകം വന്നുകൊണ്ട് വിഷമം പറഞ്ഞപ്പോ പട്ടിണി കിടക്കുന്ന ഒട്ടകത്തിന്റെ വിഷമത്തിലും ദുഃഖത്തിലും പങ്കാളികളായി യജമാനൻ ഉപദേശിച്ച വ്യക്തിയല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഏതെല്ലാം വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കഫാറത്ത് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം പ്രവാചകനെ പറയുകയാണ് 10 പേർക്ക് നീ ഭക്ഷണം കൊടുക്കണേ, 60 പേർക്ക് ഭക്ഷണം കൊടുക്കണേ, 1 വർഷം നീ പാവങ്ങൾക്ക് വിരുന്നൂട്ടണേ. അല്ലാഹുവിന്റെ റസൂൽ എല്ലാ നിലയ്ക്കും ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വിളംബരം ചെയ്ത വ്യക്തിയല്ലയോ. പരിശുദ്ധ പ്രവാചകന്റെ ജന്മദിനത്തിന്റെ പേരിൽ റബീഉൽ അവ്വൽ ആഘോഷവേളയിൽ മദ്രസയിൽ പഠിക്കുന്ന ഖുർആൻ പഠിക്കുന്ന പരിശുദ്ധമായ ദീൻ പഠിക്കുന്ന മക്കൾക്ക് ആഹാരം കൊടുത്തതിന് എതിർക്കുന്നത് എന്തിന്റെ വിഷയത്തിലാണ്? ആരാണ് പൊന്നമോനെ നിനക്ക് ദീൻ പറഞ്ഞത്? നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് മഹബ്ബത്തില്ല, ഹബീബായ നബി തങ്ങളോട് മഹബ്ബത്തുള്ളതാകുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ് യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, എനിക്ക് ഈ ദുനിയാവിലെ ഏറ്റവും ഇഷ്ടമുള്ളത് തങ്ങളുടെ മുഖകമലം നോക്കിയിരിക്കല, തങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കലാണ്. അതിനുവേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. മരിദൽ ഹബീബു ഫസുർതുഹു ഫമരിൽതു മിൻ അസഫി അലൈഹി, ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈഹി. അബൂബക്കർ സിദ്ദീഖ് തങ്ങളും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിലുള്ളതായ അനുരാഗം വിവർണനാതീതമാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ് മരിദൽ ഹബീബു, എൻ്റെ ഹബീബ് രോഗിയായി, ഫസുർതുഹു, ആ പ്രവാചകനെ ഞാൻ സന്ദർശിച്ചു, ഫമരിൽതു മിൻ അസഫി അലൈഹി, പനിച്ചു കിടക്കുന്ന എന്റെ പ്രവാചകന്റെ ചുവന്നു തുടുത്ത കവിളുത്തിടം കണ്ടിട്ട് എനിക്ക് വല്ലാത്ത ദുഃഖമായി, ഞാൻ രോഗിയായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി കിടക്കവേ നബിയെ ഞാൻ രോഗസന്ദർശനം നടത്തി. നബിയെ കണ്ട മാത്രയിൽ ഞാൻ രോഗിയായി. കാരണം അങ്ങനെയാണല്ലോ. കുട്ടികൾക്ക് പനി പിടിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാ? ഉമ്മമാർക്കാണ്. കാരണം കുട്ടികളോടൊപ്പം ചേർന്ന് കിടക്കുക, പനി പിടിച്ച മകനെ ചേർത്ത് നിർത്തുക, അവനെപ്പോഴും കരച്ചിലും ബഹളവും ഭയങ്കര വാശി പിടിത്തമുള്ള സമയമാണ്. അപ്പോൾ ഉമ്മ എപ്പോഴും തോളത്തിട്ടുകൊണ്ട് കിടക്കും. അങ്ങനെ തോളത്തിട്ട് കിടക്കുന്ന ഉപ്പമാർക്കും അത് ഉണ്ടാവും, അത് ബാധിക്കും. അവർ കിടുങ്ങലും വിറയലും ബുദ്ധിമുട്ടും ചിലപ്പോൾ പനിയായി മാറാം. അങ്ങനെ ഓരോരുത്തർക്ക് കുടുംബത്തിലുള്ളവർക്ക് ഇങ്ങനെ പകർന്നു കിട്ടിക്കൊണ്ടേയിരിക്കും. സ്നേഹബന്ധത്തിനനുസരിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് രോഗമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാൻ,
മരിളൽ ഹബീബു ഫസുർതുഹു ഫമരിൽതു മിൻ അസഫി അലൈഹി ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫീതു മിൻ നളരി ഇലൈഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട മാത്രയിൽ രോഗശയ്യയിൽ കടന്നതാകുന്ന എന്നെ നബി തങ്ങൾ രോഗശമനം വന്നപ്പോൾ എന്നെ കാണാൻ വീട്ടിലേക്ക് വന്നു. ഹബീബായ നബി തങ്ങളെ ഒന്ന് കണ്ട മാത്രയിൽ ഫശുഫീതു മിൻ നളരി ഇലൈഹി. നബി തങ്ങൾ ആരോഗ്യവാനായി കണ്ടപ്പോൾ തന്നെ നബിയിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ ആ പ്രകാശം പൊഴിക്കുന്ന വദനമൊന്ന് കണ്ടപ്പോ എന്റെ രോഗം ശമനമായി. ഒറ്റ നോട്ടം. നബി തങ്ങളിലേക്ക് നോക്കിയപ്പോൾ തന്നെ എന്റെ രോഗം പോയി. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. സ്നേഹത്തിന്റെ അഹിലർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. അല്ലാതെ നോക്കിയാൽ ഉടനെ മാറുന്ന അസുഖം ഈ മുസ്ലിയാരെന്താ ഈ പറയുന്നതെന്ന് വിചാരിക്കും. എതിർക്കുന്നവർക്ക് എതിർക്കാം. ഇത് ഹബീബായ നബി തങ്ങളോടുള്ള ഇസ്കിന്റെ അനുരാഗത്തിന്റെ മജ്‌ലിസാണ്. പറഞ്ഞാൽ തിരിയണമെങ്കിൽ പ്രവാചകരോട് ഇഷ്ടം പോലെ ഇഷ്ക് വേണം. എങ്കിലും ഒരല്പമെങ്കിലും പ്രവാചകരോടുള്ള മഹബത്ത് വേണം. എന്നാൽ ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അല്ലാത്തവന് തലയിൽ കയറൂല. നമ്മളെവിടെ ഈ റബീഉൽ അവ്വലിന്റെ പിറ കണ്ടിട്ട് ഇത്രയും ദിവസമായി ഒരു 100 സലാത്ത് നമ്മൾ ചൊല്ലിയോ സഹോദരങ്ങളെ? ചിന്തിക്കുക. ഒരു 100 സലാത്ത്. എടാ 300 സലാത്ത് ചെല്ലുന്നവനെ സലാത്ത് ചെല്ലുന്നവൻ എന്ന് പറയാവുള്ളൂ എന്നാണ് സൂഫിയാക്കൾ. സലാത്ത് ചെല്ലുന്ന വലിയ വലിയ മഹാന്മാർ പറയുന്നത്, ഒരാളെ നമ്മൾ പറയൂല അയാൾ സലാത്ത് ചെല്ലുന്ന ആളാ എന്ന് പറയണമെങ്കിൽ എത്ര സലാത്തെങ്കിലും ചെല്ലണം? അയാൾ 300 എണ്ണമെങ്കിലും ചെല്ലണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ എത്ര എണ്ണം ചെല്ലുന്നുണ്ട്? 10 എണ്ണം ചെല്ലുന്ന പള്ളിയിലേക്ക് നിസ്കരിക്കാൻ തന്നെ പോവില്ല. കാരണം ആ പള്ളിയും 10 സലാത്തുണ്ട്, സമയം ഒരുപാട് പോകും. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൗമ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. 10 എണ്ണം തികച്ച് ചെല്ലത്തുമില്ല. 3 എണ്ണം പോലും സലാത്ത് തികയ്ക്കൂല. മടിയാണ്, നമുക്ക് അലസതയാണ്. പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നാളെ നമ്മുടെ കൈക്ക് പിടിക്കണ്ടേ? ഫിൽ ഖിയാമത്തി മുശ്ഫിഖാ വഹലനാ ഇല്ലാഅ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. ആഹുവേ, പ്രവാചകരുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് ഏവർക്കും നീ നൽകണേ അല്ലാ. ആ പ്രവാചകരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ലോകത്ത് ആദ്യമായി സഹോദരങ്ങളെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവയവം പുറത്തെടുത്ത് തിരിച്ച് അതേപോലെ വെച്ച് ശസ്ത്രക്രിയ വിജയിച്ചത് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് സംഭവം നടന്നത്. അമേരിക്കയിലാണ് സംഭവം നടക്കുന്നത്. ഡോക്ടർ ജോസഫ് എഡ്വേർഡ് മൊറേ എന്ന വ്യക്തിയാണ് ആ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവയവം പുറത്തെടുത്ത് തിരിച്ച് കൃത്യമായി വെച്ച് വിജയിച്ചു. 1954 സംഭവം നടക്കുന്നത്. അതിനുശേഷം 11 വർഷമെടുത്തു. കൃത്യം 11 കൊല്ലം 65 ഇന്ത്യയിൽ ആദ്യമായി അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന മുംബൈയിലെ എഡ്വേർഡ് മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ഹോസ്പിറ്റലിൽ ഇതേ നിലയ്ക്കുള്ള ശസ്ത്രക്രിയ നടന്നു. മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അവയവം പുറത്തെടുത്ത് തിരിച്ചു വെച്ച് വളരെ വിജയകരമായി ശസ്ത്രക്രിയ വിജയിച്ചു. ലോകത്താദ്യമായി നടന്ന സംഭവം വലിയ സംഭവമായി വാർത്തയായി മീഡിയകൾ ചർച്ചയായി. എന്നാൽ ആ സംഭവങ്ങൾക്ക് 1322 വർഷം മുമ്പ് 965 ഈ സംഭവം നടക്കുന്നതിന് 1322 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ പ്രാവശ്യം ഈ രീതിയിലുള്ള ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം അവയവം പുറത്തു വന്നത് തിരിച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പഠിക്കണം. നമ്മൾ ഈ ഉമ്മത്ത് അറിയണം ആരാണ് പ്രവാചകരെന്ന് അറിയണം. സാദാസീത വ്യക്തിയാണെന്ന് വാദോരാതെ കവലകളിരുന്ന് പറയുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാവൂല, എത്രയും തലേ കയറൂല. ബഹുമാനപ്പെട്ടതായ ഖതാദ റളിയല്ലാഹു അൻഹു, സയ്യിദുനാ ഖതാദ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കളത്തിൽ ശത്രുക്കളുടെ ഇടയിലേക്ക് ഇരച്ചു കയറിയതാകുന്ന സഹാബി വര്യൻ
പരിശുദ്ധമാകുന്ന രണാങ്കണത്തിൽ അതിശക്തിയുക്തം നിലയുറപ്പിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ ഒരു ശത്രു കാഫിറായ ഒരു മനുഷ്യൻ അമ്പയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു കണ്ണിലേക്ക് പതിക്കുകയാണ്. നഊദു ബില്ലാഹ്. ബഹുമാനപ്പെട്ടവരുടെ കണ്ണ് ദൂരേക്ക് തെറിച്ചു വീഴുകയാണ്. കണ്ണിൽ വന്നുകൊണ്ട് അമ്പ് തറച്ചു. ബഹുമാനപ്പെട്ടവർ ആ അമ്പ് പുറത്തേക്കെടുത്തു. അതിശക്തമായ നിലയിൽ പുറത്തേക്ക് രക്തം നിർഗളിക്കുകയാണ്. കണ്ണ് പൊത്തിപ്പിടിക്കുന്നു. ബഹുമാനപ്പെട്ടവർ നിലത്ത് വീണ് കിടന്നതാകുന്ന കണ്ണ് വാരിയെടുത്തുകൊണ്ട് ഓടുന്നു. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, ഇലാ ഹളറത്തി ഹബീബില്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ചെല്ലുകയാണ്. ഖതാദ റളിയല്ലാഹു തആല മുത്തുനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് എന്റെ കണ്ണ് യഥാസ്ഥാനത്ത് തിരിച്ചു നൽകിയാലും ഹബീബേ, വിവാഹം കഴിഞ്ഞിട്ട് 2 ആഴ്ച തികഞ്ഞിട്ടില്ല, പുതുമാരനാണ് ഞാൻ. വീട്ടിൽ നിന്ന് പുറത്തു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ കണ്ണിൽ ചുംബനം നൽകിയിട്ടാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് മുസ്ലിമീങ്ങളുടെ വിളിയാളമുണ്ടായപ്പോ എന്റെ ഭാര്യ ആശീർവദിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ഇനി തിരിച്ചു പോകുമ്പോൾ ഒറ്റക്കണ്ണനായി പൊട്ടക്കണ്ണനായി പോകണ്ടേ, അതെനിക്ക് കുറച്ചിലാണ് ഹബീബേ. ഇസ്ലാമിന്റെ ധർമ്മസമരത്തിന് വന്നിട്ട് പടയാളിയായി ഞാൻ പടക്കോപ്പുകളണിഞ്ഞ് ധർമ്മസമരത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോ ഒരു കണ്ണില്ലാതെ ഒറ്റക്കണ്ണായി പോകുന്ന അവസ്ഥ എനിക്ക് വേണ്ട ഹബീബേ. എനിക്ക് എന്റെ കണ്ണ് തിരിച്ചു നൽകിയാലും ഹബീബായ നബി തങ്ങളെ കണ്ണ് വാങ്ങുകയാണ്. അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈകൾ കൊണ്ട് ആ കണ്ണിന്റെ യഥാസ്ഥാനത്തേക്ക് വെച്ചു കൊടുത്തിട്ട് മുഖത്തൊരടിയടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ഒരൊറ്റ വാക്ക് മാത്രമാണ് ഉച്ചരിക്കുന്നത്, ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം. കരുണാമയനും ദയാലുവാകുന്ന പടച്ച റബ്ബിന്റെ നാമത്തിൽ. ഇതാ മുഹമ്മദ് ചെയ്യുന്ന പ്രവർത്തനമാ അമാനുഷികമാകുന്ന കഴിവല്ലയോ ഹബീബായ നബി തങ്ങളുടെ അമാനുഷികമായ കഴിവല്ലയോ. 1954 ന്യൂയോർക്കിൽ നടന്ന ഒരു സംഭവം എടുത്തിട്ട് വലിയ സംഭവമായി ചരിത്രം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് എങ്കിൽ ഡോക്ടർ ജോസഫ് എഡ്വേർഡ് മുറയാണ് ലോകത്താദ്യമായി ശരീരത്തിന്റെ അവയവം പുറത്തെടുത്തിട്ട് തിരിച്ചു വെച്ചുകൊണ്ട് ശസ്ത്രക്രിയ വിജയിച്ചത്. 65 ഇന്ത്യയിൽ അത് സംഭവം നടന്നു. അതിനേക്കാൾ 1322 വർഷം മുമ്പ് എന്റെ ഹബീബ് നേരിട്ട് കൃത്യമായി കാണിച്ചു കൊടുക്കുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹു കണ്ണ് യഥാസ്ഥാനത്ത് തിരിച്ചു വെച്ചില്ലേ. ഇതൊരു സാധാരണ വ്യക്തിയല്ല. ഈ വ്യക്തിയുടെ പേരാണ് മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വല്ലജമീ. ഇതൊരു സാധാരണ വ്യക്തിയല്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ലോകത്തുള്ളതാകുന്ന സർവ്വ മനുഷ്യർക്കും നിയോഗിക്കപ്പെട്ട കാരുണ്യത്തിന്റെ പ്രവാചകനല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകരെ കുറിച്ച് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയമാണ്. അറിവില്ലാത്ത ജനവിഭാഗങ്ങൾക്ക് വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കടക്കണം, എങ്ങനെ ഓടണം, എങ്ങനെ ചാടണം, എങ്ങനെ കുടുംബജീവിതം നയിക്കണം, ഭാര്യയോട് എങ്ങനെ പെരുമാറണം, ഭർത്താവിനോട് ഏ രീതിയിൽ വർത്തിക്കണം, മക്കളെ എങ്ങനെ പോറ്റണം, കുടുംബത്തെ എങ്ങനെ പോറ്റണം, മാതാപിതാക്കളെ എങ്ങനെ പോറ്റണം, സമൂഹത്തോട് എങ്ങനെ പെരുമാറണം, സമുദായത്തോട് എങ്ങനെ പെരുമാറണം, ലോകത്തോട് ഏ രീതിയിൽ വർത്തിക്കണം, എങ്ങനെ ഒരു ഖതീബാകണം, എങ്ങനെ ഒരു മുതഅല്ലിമാകണം, എങ്ങനെ ഒരു കുടുംബക്കാരനാകണം എന്നീ നിലയിൽ എന്ന് വേണ്ട രാഷ്ട്രീയ പ്രമുഖർക്ക് വരെ വലിയ നേതൃത്വം നൽകി സമുദായത്തെ സംരക്ഷിച്ച വ്യക്തിയല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ. മൈക്കൽ എച്ച് ഹാർട്ടിനോട് ചോദിക്കപ്പെട്ടു, എന്തേ നിങ്ങൾ മുഹമ്മദിനെ ഒന്നാമതായി എണ്ണി ലോകത്ത് ജനങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തിയിട്ടുള്ള അത്യുത്കൃഷ്ട വ്യക്തികളെ എണ്ണിയ ഘട്ടത്തിൽ ദ 100 എന്ന ഗ്രന്ഥത്തിൽ ഒന്നാമതായി മുഹമ്മദിനെ എന്തുകൊണ്ട് എഴുതി? എന്തുകൊണ്ട് ജീസസിനെ ക്രിസ്തുവിനെ മൂന്നാമത് എഴുതി? അപ്പോഴല്ലേ അദ്ദേഹം പറഞ്ഞത്, ജീസസ് വിവാഹം കഴിച്ചിട്ടില്ല, യേശു വിവാഹം കഴിച്ചിട്ടില്ല, കുടുംബജീവിതം എങ്ങനെ കഴിക്കണമെന്നുള്ളത് വലിയതാകുന്ന ഒരു പാഠം അത് മുഹമ്മദിൽ നിന്ന് ഉൾക്കൊള്ളുന്ന പാഠമാണ്. അത് ഞങ്ങളതാ ഉൾക്കൊണ്ടുപോയി. ഞാൻ നോക്കുമ്പോൾ മുഹമ്മദിനോളം കുടുംബജീവിതത്തിൽ മകളുടെ ഉദാഹരണം കാണിച്ചതാകുന്ന ഒരു വ്യക്തി ലോകത്ത് ഒരാളുമില്ല.
അതുകൊണ്ടാണ് ഞാൻ ഒന്നാം സ്ഥാനം ആർക്ക് കൊടുത്തത്? ദ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിക്ക് നൽകിയത്. വിവാഹം കഴിച്ചിട്ടില്ല യേശുക്രിസ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുടുംബജീവിതം എങ്ങനെ കഴിക്കണം എന്നുള്ള നിലയ്ക്കുള്ള പാഠമൊന്നും അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല ലോകർക്ക്. അങ്ങനെ കുടുംബജീവിതം നയിച്ച്, അത് നിസാരമല്ല, തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് മുഴുവനും താങ്ങായി തണലായി വർത്തിച്ച് കൊടുക്കേണ്ടത് മുഴുവനും കൊടുത്ത് അവരെ സംതൃപ്തിപ്പെടുത്തി മനോഹരമായ സംശുദ്ധമായ ജീവിതം നയിച്ച് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും മാതൃകയായി ജീവിച്ച വ്യക്തി ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവസാനം മരിക്കുന്ന സമയത്ത് പോലും പ്രവാചകൻ കുടുംബജീവിതത്തിന്റെ മകുടോദാഹരണം തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നാണ് മുത്തുനബി വഫാത്താകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടന്ന് ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഭർത്താക്കന്മാർ ഈ നിലയിലുണ്ടോ? പറയും. പ്രവാചകർക്ക് വേണമെങ്കിൽ പരിശുദ്ധ മിമ്പറിൽ തലവെച്ച് കിടന്നുകൊണ്ട് വഫാത്താകാം, മദീന പള്ളിയുടെ അകത്തളത്തിൽ തലവെച്ച് വഫാത്താകാം. പക്ഷേ സ്വന്തം ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കടന്നു. എന്താണ് അതിന്റെ അർത്ഥം? മരിക്കുന്നതുവരെ കുടുംബത്തോടൊപ്പം നിലകൊണ്ടു ഹബീബ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാക്കണം. നമ്മളോ വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തെ കട്ടില കിടക്കുന്നു. വേറെ കട്ടില് വാങ്ങിച്ചു കഴിഞ്ഞ്, തേക്കിന്റെ കട്ടില ഉസ്താദെ വേണേ ഒന്ന് കടന്നു പോയിക്കോ, അപ്പുറത്ത് ഇട്ടേക്ക്. 1 മാസം കഴിയുമ്പോഴത്തേക്കും ഭാര്യ വേറെ റൂമി, ഭർത്താവ് വേറെ റൂമി. ആണോ അല്ലയോ? ഇന്നത്തെ കുടുംബജീവിതത്തിന്റെ അവസ്ഥയാണ്. 10 കൊല്ലം തികയണ്ട, ഭർത്താവിന് ആ റൂമിലേക്കേ കയറുന്നില്ല, വേറെ റൂമിൽ AC പിടിപ്പിച്ച് അപ്പുറത്ത് പോയി കിടക്കുകയാണ്. ആഹത്ത് അങ്ങോട്ട് പോവേ വേണ്ട. ബന്ധങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മക്കൾ 2-3 ആയി കഴിഞ്ഞാൽ പിന്നെ വാപ്പ അനിയന്റെ വീട്ടിൽ, ഉമ്മ എവിടെയാണ്? ജ്യേഷ്ഠന്റെ വീട്ടിൽ. മാറി മാറി കളിക്കുക. ആരാ ഇതൊക്കെ പഠിപ്പിച്ച്? നമ്മൾ കൊണ്ടുവന്ന പരിപാടികളാണ്. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് കഴിയട്ടെ. 63 വയസ്സിൽ പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോടൊപ്പം ജീവിക്കുകയാണ്. മരിക്കുന്ന സമയത്തും ആയിഷ ബി പറയുന്നു, എന്റെ നെഞ്ചിന്റെയും എന്റെ തുടയുടെയും ഇടയിൽ എന്റേതാകുന്ന മടിത്തട്ടിൽ തലവെച്ചിട്ടാണ് പ്രവാചകർ വഫാത്തായത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പഠിപ്പിക്കുകയാണ് ഈ ഉമ്മത്തിനെ. എവിടെ കിടക്കണം, എവിടെ ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, ഏത് രീതിയിൽ ജീവിക്കണം. അതുകൊണ്ടാണ് ആ ഭർത്താവിനെ കബറടക്കിയിട്ട് ഭാര്യയുടെ അടുക്കലേക്ക് സ്വഹാബത്ത് വന്നുകൊണ്ട് ചോദിച്ചു, കൈഫ കാന ഖുലുഖുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സ്വഭാവ മഹിമയെ കുറിച്ച് ഒന്ന് പറയുമോ ഉമ്മ? ഒന്ന് പറഞ്ഞാൽ മതി, ഒറ്റ വാക്ക്. അപ്പൊ അവര് പറയാണെന്ത്? കാന ഖുലുഖുഹു അൽ ഖുർആൻ, എന്റെ ഹബീബിന്റേതാകുന്ന സ്വഭാവം ഒറ്റ വാക്കും കൊണ്ട് ഞാൻ പറയുകയാണ്. കാന ഖുലുഖുഹു അൽ ഖുർആൻ, എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനാണ്. ഖുർആൻ എന്ത് പറഞ്ഞോ അതേ രീതിയിൽ ജീവിച്ചു, അതേ രീതിയിൽ വഫാത്തായി എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ആ രീതിയിലുള്ള ജീവിതം നയിക്കണം. അപ്പോഴാണ് ജീവിതം സംശുദ്ധമാകുക. കുടുംബജീവിതം വളരെ സന്തോഷകരമാകും, റാഹത്താകും. പരസ്പര സ്നേഹം പങ്കിട്ട് വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരസ്പരം അറിഞ്ഞ് ഭർത്താവിനെ ഇടങ്ങേറാക്കാതെ അദ്ദേഹത്തിന്റെ ചെലവുകൾ ഒക്കെ മനസ്സിലാക്കി, വരവും ചെലവൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഭാര്യമാര് പെരുമാറി. കാണുന്ന എല്ലാ സൽക്കാരത്തിനും പുതിയത് വേണം. ഒച്ചപ്പാടും ബഹളവും, വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളും വഴക്കും അതൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല സ്നേഹം പങ്കിട്ടുകൊണ്ടിരിക്കണം. അപ്പോഴേ ജീവിതത്തിൽ റാഹത്തുണ്ടാവുള്ളൂ. പ്രവാസികളാകുന്ന ഭർത്താക്കന്മാർക്ക് വീട്ടിലേക്ക് വരാനും അപ്പോഴേ സന്തോഷം ഉണ്ടാവുള്ളൂ. ഭാര്യയുടെ ഇടപെടലിലൂടെയാണ്, കുടുംബത്തിന്റെ ഇടപെടലിലൂടെയാണ്. നാട്ടിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് വീട്ടിലേക്ക് വൈകിട്ട് പോകണമെന്നുള്ള ചിന്ത വരുന്നത് തൻ്റെ മക്കളോടുള്ള സ്നേഹവും ഭാര്യയോടുള്ള സ്നേഹവും അനുരാഗവും കൂടുമ്പോഴാണ്. അവിടെ പ്രശ്നങ്ങളാണെങ്കിൽ പോകാൻ പഠിക്കും, 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് പോവുള്ളൂ. അത് പിന്നീട് വൈകിയിരിക്കുന്നതാകുന്ന വ്യക്തിയെ കണ്ടിട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോയി ബാറിൽ കൊണ്ടുപോകും. പിന്നെ അവിടെ ചെലവഴിക്കും. പിന്നെ ടെൻഷൻ അവിടെ തീരുമെന്ന് പറയാൻ കൂട്ടുകാരൻ. അങ്ങനെ മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ച് ലഹരിക്ക് അടിമപ്പെടുന്ന യുഗത്തിലേക്ക് ഇന്നത്തെ മാതാപിതാക്കൾ, ഇന്നത്തെ രക്ഷിതാക്കളിൽ ഭൂരിഭാഗവും പോയില്ലേ? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് സുഖവും രസാനുഭൂതികളും ഒക്കെ നമ്മുടെ വീടുകളിൽ തന്നെയുണ്ട്. സന്തോഷകരമാകുന്ന ജീവിതം നയിക്കാൻ നമുക്ക് സാധ്യമാകണം. അതിന് പ്രവാചകരുടെ ജീവിതത്തിലേക്ക് നാം കടന്നു വരണം. പ്രവാചകരുടെ സംശുദ്ധമായ ജീവിതം അത് പഠിക്കണം സഹോദരങ്ങളെ. അപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടം വെച്ചതിനെ നാം പ്രിയം വെക്കണം. തയ്യൽക്കാരനാകുന്ന ഒരു സഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽക്കരിച്ചു.
ഹദീസിലുള്ള സംഭവമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ സൽക്കാരത്തിൽ ഞാൻ പ്രവാചകരെ നിരീക്ഷിച്ചു. നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാംസത്തെക്കാൾ കൂടുതൽ ഇഷ്ടം വെക്കുന്നതും കൂടുതൽ കഴിക്കുന്നതും കണ്ടത് ചുരങ്ങയാണ്. ചുരങ്ങ എന്നല്ല നമ്മളിവിടെ പറയാം, തെക്ക് ഭാഗത്ത് ചുരക്കാന്നാണ് പറയാം. ചുരങ്ങ അല്ലേ, ആ നീണ്ടിട്ടുള്ള പച്ചക്കറി, അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കൂടുതലായി കഴിക്കുന്നത് ഞാൻ കണ്ടു. പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അല്പം സ്വല്പം വെറുപ്പുള്ള ഒരു ഭക്ഷണമായിരുന്നു ഈ ചുരങ്ങ. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ നബി ഇഷ്ടം വെച്ചത് കണ്ടപ്പോൾ ഞാനതിനെ പ്രിയം വെച്ചു. പിന്നീട് ഞാൻ എപ്പോൾ പച്ചക്കറി വാങ്ങിയാലും കടയിൽ നിന്ന് വാങ്ങുമ്പോഴും എന്തുകൂടി ഉൾപ്പെടുത്തും, ചുരങ്ങ കൂടി വാങ്ങും, ബറക്കത്തിന് അതുകൂടി കറിയിലിട്ട് കഴിക്കും. അതിലൊരു ഖൈറുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ആര് പറഞ്ഞു? സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് തരട്ടെ.